ഇരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സിനിമ കണ്ടവരുണ്ടെന്ന് തോന്നുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ശ്രീരാജ് എന്ന് പറയുന്ന പുതിയൊരു സംവിധായകൻ ആണ് ഇതിന്റെ ഡയറക്ടർ. ശ്രീരാജ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ബാക്കി കാസ്റ്റ് ഒരു എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അൻവർ റഷീദ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ നിർമ്മിക്കപ്പെട്ട് ഷൈജു ഖാലിദ് ക്യാമറ ചെയ്ത്, വിഷ്ണു വിജയ് മ്യൂസിക് ചെയ്ത്, ഷഫീഖ് മുഹമ്മദ് അലി എഡിറ്റ് ചെയ്തു. പിന്നെ ഈ പറയുന്ന ഈ നിരയിൽ ഇരിക്കുന്ന ഒരു പറ്റം ആളുകൾ അഭിനയിച്ച സിനിമയാണ് സൗബിത്ത, ചാന്ദിനി, ശിവജിത്തക്കൾ, അങ്ങനെ എല്ലാവരും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 10-90 ദിവസത്തോളം 100 ദിവസത്തിന് മേലെ ഷൂട്ട് ചെയ്ത സിനിമയാണ്. തൃശ്ശൂർ ഭാഗത്തൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഈ പറയുന്ന ഒരു കള്ളുഷാപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു നാടൻ പാട്ടുകളൊക്കെ ഉള്ള ഒരു നാട്ടുപുറത്തെ ഒരു കള്ളുഷാപ്പിൽ നടക്കുന്ന ഒരു കൊലപാതകവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളൊക്കെയാണ് ഈ സിനിമ. ഒരു ഡാർക്ക് കോമഡി സസ്പെൻസ് ത്രില്ലർ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ്. പറയുന്ന പോലെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഹ്യൂമറൊക്കെ വരുന്ന പോലെയൊക്കെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ശ്രീരാജിന് മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള ഒരാളാണ് ശ്രീരാജ്. നമ്മൾ സ്ഥിരം പതിവ് രീതികളിൽ നിന്നൊക്കെ മാറിയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് തന്നെയാണ് ഈ സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത്. പുള്ളിയുടെ ഷോർട്ട് ഫിലിമൊക്കെ ആണെങ്കിലും തൂമ്പ എന്നൊക്കെ പറയുന്ന ഷോർട്ട് ഫിലിമിനൊക്കെ ഇങ്ങനത്തെ ഒരു കളറുണ്ട്. അതുപോലെ തന്നെയുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ ഞങ്ങളെക്കാളും ഈ സിനിമ ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ പറയുന്ന ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുറെ ആക്ടേഴ്സ് ഉണ്ട്. വളരെ പുതിയ ആക്ടേഴ്സ് ഉണ്ട്. കുറെ കാലങ്ങളായിട്ട് നാടകമൊക്കെ ചെയ്യുന്ന, നാടകത്തിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ട് നിന്ന ആക്ടേഴ്സ് ഒക്കെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറെ കാലങ്ങളുടെ കാത്തിരിപ്പാണ് ഈ സിനിമ. അപ്പോൾ ഞങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഈ സിനിമയിൽ വരികയും അഭിനയിക്കുകയും ഇപ്പോൾ റിലീസിന്റെ അന്ന് വരെ പല നാടുകളിൽ നിന്നൊക്കെ ആയിട്ട് ഇവിടെ കൊച്ചിയിൽ വന്ന് വനിതാ വിന്ധ്യയിൽ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഭയങ്കര പ്രതീക്ഷയോടെ വന്നിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു വലിയ സ്വപ്നം പൂവണിയുന്ന ഒരു ദിവസവും കൂടെയാണത്. അപ്പോ ഈ സിനിമ അവർക്കുള്ളതാണ് ആക്ച്വലി. ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഈ ആക്ടേഴ്സും പിന്നെ ഒരുപാട് പുതിയ സെറ്റ് ഓഫ് വേറെ കുറെ ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ എല്ലാവരും തന്നെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് ഇവരെല്ലാവരും തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സിനിമ നല്ല അഭിപ്രായങ്ങളാണ് നമ്മൾ കണ്ടെടുത്തോളം കണ്ടവരൊക്കെ സംസാരിക്കുകയും വിളിക്കുകയും ഫോണിൽ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. തിയേറ്ററിലും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. എല്ലാവരും ഉണ്ടായിരുന്നില്ലേ ഫിലിം കാണാനായിട്ട്? അല്ലേ പകുതിയിലും അല്ലേ കുറെ പേര് കണ്ടായിരുന്നു. ഇഷ്ടമായില്ലേ പടം? താങ്ക് യു. ബേസിൽ പറഞ്ഞ പോലെ തന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും പടം കണ്ടവർക്ക് മനസ്സിലാവും അത് എന്തുമാത്രം കുറച്ച് പ്രയാസമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ആണെങ്കിലും കുറെ മേക്കപ്പ് രീതികളാണ് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള പല മാനറിസങ്ങളാണല്ലോ അതിലുള്ള. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂടി ഒരു നല്ലൊരു നാടൻ ഒരു ഭയങ്കര രസമുള്ള ഒരു ആക്ഷേപാസ്യവും അതിലൊരു എന്താ പറയാ കോമഡിയും അതുപോലെ ത്രില്ലറും ലവ് സ്റ്റോറി എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ വളരെയധികം സന്തോഷം. നല്ല മെസ്സേജസ് ആണ് വരുന്നത്. എല്ലാവരും കണ്ടൊരു വിളിക്കുന്നുണ്ട്. കുറെ നാളെ കോളൊക്കെ വന്നതായിട്ട് ഇപ്പൊ നന്നായിട്ട് ഓർമ്മ മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെയധികം സന്തോഷം. നമസ്കാരം. ശ്രീരാജ് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകന്റെ ഒരു വ്യത്യസ്തമാർന്ന ഒരു മേക്കിംഗ് ശൈലി നമുക്ക് ഈ മൂവിയിലൂടെ കാണാൻ സാധിക്കും. ഇന്നാണ് ഞാൻ മൂവി തിയേറ്ററിൽ വെച്ച് കണ്ടത്. എല്ലാവർക്കും എന്നതാണ് എൻ്റെ ഒരു രീതി. ആദ്യത്തെ ദിവസം വളരെ സന്തോഷമുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് തന്നിട്ടുള്ള ഒരു സിനിമയാണ്. കാരണം എല്ലാ സിനിമയും നമ്മൾ ആദ്യത്തെ ദിവസം ഞാൻ എന്റെ സിനിമകൾ കാണുമ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ കൂടുതലും എന്റെ ഫസ്റ്റ് മൂവി ഇറങ്ങിയ ദിവസം ഞാൻ കാണാൻ പോകുന്ന ഒരു ഫീലിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ ഈ മൂവി കണ്ടത്. ആ തന്നിട്ടുള്ള ക്യാരക്ടർ മാക്സിമം നല്ലതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പടം കണ്ടിട്ടുണ്ടാന്ന് വിശ്വസിക്കുന്നു. നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട്
ആ അപ്പൊ ഒരു ഞാൻ രാജ്യം ഒരു 10-18 വർഷമായിട്ട് തിയേറ്ററായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു പ്രതാപൻ അതിൻ്റെ ഇതിലെ SI റോൾ ചെയ്തിട്ടുള്ള CI റോൾ ചെയ്തിട്ടുള്ള രാംകുമാർ. ഇപ്പോൾ ഊരാളി എന്ന മ്യൂസിക്കിന് വേണ്ടി ബാൻഡിന് വേണ്ടിയിട്ട് ലിറിക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ സേലം ഒത്തസവ് കഴിഞ്ഞ ആഴ്ച ഞങ്ങള് ഇതുപോലെ സിനിമക്കാരുടെ ഇടയിലുണ്ടായിരുന്നു. ഇപ്പോൾ രഞ്ജിത്തൊക്കെ ആയിട്ട് നമ്മൾ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആഴ്ച അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പോകും വഴി നമ്മൾ വീണ്ടും പ്രിയപ്പെട്ടവരെ, ഞാൻ കോളങ്ങാട്ടുകര, അതായത് തൃശ്ശൂർ ജില്ലയിലെ കോളങ്ങാട്ടുകര എന്ന പ്രദേശത്തുള്ള ഒരു നാടക പ്രവർത്തകനാണ്. സുന്ദരൻ തച്ചപ്പള്ളി എന്നാണ് പറയപ്പെടുന്നത്. കുറച്ചു കാലമായി നാടകങ്ങളോടൊപ്പം ഉണ്ട്, 50 വർഷത്തിലേറെയായി. ഇപ്പോൾ അവിചാരിതമായി ഒരു നല്ല സിനിമയിൽ ഒരു നല്ല സംവിധായകന്റെ കീഴിൽ നല്ല കുറെ അഭിനേതാക്കളോടൊപ്പം ഒരു നല്ല സിനിമ ചെയ്യാൻ കഴിഞ്ഞതിന്റെ സന്തോഷമുണ്ട്. അതിന് വഴിയൊരുക്കി തന്ന എല്ലാവരോടും നന്ദിയും സ്നേഹവുമുണ്ട്. ഇതിലെ തുപ്രൻ എന്ന കഥാപാത്രം അതിനെ കിട്ടുമ്പോൾ, കയ്യിൽ കിട്ടുമ്പോൾ അത് മുഴുവനായി പറഞ്ഞു തന്നിരുന്നില്ല എങ്കിലും ഓരോ ഷോട്ടുകൾ ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമായ പെർഫോമൻസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തന്ന ഒരു സംവിധായകനായിരുന്നു ശ്രീരാജ്. അതായത് പിടിവാശികളില്ലാതെ അതിന്റെ സെൻസ് കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇംപ്രവൈസേഷൻ അനുസരിച്ച് ചെയ്യാം എന്ന അഭിനേതാവിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നതിന്റെ പേരിൽ അതുകൊണ്ട് മാത്രം ആ ലിമിറ്റിൽ നിന്ന് വിട്ട് കഥാപാത്രത്തെ വിജയിപ്പിക്കാൻ അഭിനേതാവിന്റെ പരമാവധി ചെയ്യാൻ കഴിഞ്ഞു. അതിലുള്ള സന്തോഷമുണ്ട്. അതോടൊപ്പം കൂടെ നിന്ന എല്ലാവരോടും പ്രത്യേകം നന്ദിയും സ്നേഹവുമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസഫ് മാത്യൂസ് എന്നാണ്. ഞാനും ഒരു 5-8 വർഷമായിട്ട് തിയേറ്ററിൽ, ഇവരൊക്കെ എൻ്റെ സീനിയേഴ്സാണ്, രാജേട്ടനൊക്കെ എൻ്റെ സീനിയേഴ്സാണ്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത സിനിമ എബ്രഹാം ഓസ്ലറാണ്. ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഇത്രയും വലിയൊരു ബാനർ, അതുപോലെ ശ്രീരാജേട്ടൻ്റെ ഡയറക്ഷൻ, ഇത്രയും വലിയൊരു കാസ്റ്റിന്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റാൻ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഓസ്ലറിൽ സൈജു ചേട്ടൻ്റെ ചെറുപ്പകാലമാണ് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്, പൂമാന സോങ്. അപ്പോൾ അതിനുശേഷം ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ടായിരുന്നു. ഞാൻ ഇത്രയും വലിയൊരു ടീമിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാന്നുള്ളത് തന്നെ. അപ്പൊ ഇതില് നമുക്ക് കഴിഞ്ഞ മൂവി അപേക്ഷിച്ച് ഇത് ഫൈറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്ന ഒരു അതിന്റെ ഫൈറ്റ് ട്രെയിനിങ്ങും ജീവിതത്തിന്റെ കൂടെയൊക്കെ കോമ്പിനേഷൻ പുള്ളിക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ മിസ്റ്റേക്ക് കാരണം വെച്ചാൽ ഡമ്മി വണ്ടിയൊക്കെ ഞങ്ങൾ അടിച്ചു പഠിച്ചതൊക്കെ ശിവചാരന്റെ മേത്തായിരുന്നു. അപ്പൊ പക്ഷെ അത്രയ്ക്കും കോപ്പറേറ്റീവ് ആയിരുന്നു ചേട്ടൻ. അതുകൊണ്ട് തന്നെ എന്താ പറയാ, നമുക്ക് അത്തരത്തിലൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമസ്കാരം. സാറില്ല, ഞാൻ ആദ്യമായിട്ട് പ്രസംഗിരിക്കണതും വർത്താനം പറയണതും ക്ഷമിക്കണം. എന്റെ പേര് രാംകുമാർ എന്നാണ്. ഞാൻ അവരെ നന്നായിരുന്നു പ്രധാനം പറയുന്നത്. അപ്പൊ ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരു കാലമായിട്ട് ഒരുമിച്ച് നാടകീയണത്. അതുപോലെ അപ്പൊ അങ്ങനെയൊക്കെ പറയാം, നോക്കണ്ട. അപ്പൊ ഈ സിനിമയിൽ CI എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ എന്താ സംഭവം. കുറെ കാലമായിട്ട് നാടകങ്ങൾ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഷോർട്ട് ഫിലിമുകൾ ചെയ്തു. അങ്ങനെ ശ്രീരാജ് ചെയ്ത ആ തൂമ്പ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പറ്റി. അങ്ങനെ പ്രതാപൻ കാസ്റ്റ് ചെയ്ത് നീ പറഞ്ഞു പറഞ്ഞ അതെ, പ്രതാപൻ കാസ്റ്റിംഗ് ഡയറക്ടറാണ്. അത് പറയണം, അതാണ് ആളുടെ കാര്യം. അപ്പൊ അവൻ കാസ്റ്റ് ചെയ്ത കാരണം എനിക്ക് അഭിനയിക്കാൻ പറ്റി എന്നൊക്കെ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ നന്നാവണത് അവൻ കാരനാണെന്നാണ് അവൻ ഉദ്ദേശിക്കണേട്ടാ. അതൊന്നും നല്ല കാര്യം പോട്ടെ. അപ്പോ അങ്ങനെ സംഭവിച്ചു. തൂമ്പ കഴിഞ്ഞു വന്നിട്ട് ആള് ശ്രീരാജ് സിനിമ ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഉണ്ടാവണം പറഞ്ഞു വിളിച്ചു വന്നു. അപ്പൊ ആള് ശ്രീരാജനോട് പറഞ്ഞൊരു കാര്യം, തൂമ്പയിലെ കപ്പൻ പറഞ്ഞ ക്യാരക്ടർ പോലീസുകാരെ എങ്ങനെ ഉണ്ടാവും, അത് മതി ഇരിക്കുന്നു പറഞ്ഞു. അപ്പൊ അയാള് പിന്നെ ചാടി ഇടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഷൂട്ടിന്റെ ഇടയിൽ ഒരു സമയത്ത് ബേസിലായിട്ടുള്ള കോമ്പിനേഷന്റെ സമയത്ത് പറഞ്ഞു, പൊട്ടന്ന
വിളിച്ചോളാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ കിടന്നാണ് ഒരു ക്യാരക്ടറിന്റെ ഒരു പൂർണ്ണ രൂപം കിട്ടുന്നത് ചെയ്യാൻ പറ്റണതൊക്കെ. ഞാൻ നോക്കിയിട്ട് ഞാൻ പ്രധാനം സംസാരിക്കാറുണ്ട്. ഒരു പക്ഷേ ബേസിലിന്റെ കുറച്ചൊരു നടന്നായ കാരണം നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയത് വേറെ ചിലപ്പോൾ സംഭവിക്കുന്നില്ല. ചീത്ത പറയും പോട്ടാന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ പെട്ടുപോയില്ലേ നമ്മള്. അപ്പൊ അങ്ങനെ സംഭവിച്ചു. സിനിമ നന്നായി വന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും സിനിമ കാണണം, പ്രോത്സാഹിപ്പിക്കണം. നന്ദി, സന്തോഷം. സന്തോഷം. എന്റെ പേര് പ്രതാപൻ എന്നാണ്. ഇവരുടെ രാജൻ, രാംകുമാർ, ജോസഫ് ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നാടകം ചെയ്യൽ, മണി ഇതൊക്കെ ഞങ്ങൾ തൃശ്ശൂരുള്ള നാടക പ്രവർത്തകരും ഒക്കെയാണ്. ഞാൻ ഈ സിനിമയിലിരിക്കുന്നത് ഈ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഉണ്ട് എബ്രു സൈമൺ. വളരെ കാലമായിട്ടുള്ള എന്റെ സുഹൃത്താണ്. അപ്പൊ ശ്രീരാജ് ഇതിനുള്ളിൽ കയറിയിട്ടില്ല അല്ലെ? ശ്രീരാജ് കഴിഞ്ഞ പടം, അതായത് ഷോർട്ട് ഫിലിം തൂമ്പ ചെയ്യുന്ന നേരത്ത് എബ്രു ശ്രീരാജിനെ കൊണ്ട് എന്റെ ഭാര്യ വീട്ടിലേക്ക് വരെയും എന്നോട് നമുക്ക് ഇങ്ങനെ ഒരു പടം ഉണ്ട്, അതിന്റെ കാസ്റ്റിംഗ് നോക്കണം എന്ന് പറഞ്ഞു. ആകെ 5 പേരുള്ളൂ തൂമ്പയില്. രാമന്റെ ഭാര്യയും പിന്നെ 2 ചെറിയ കുട്ടികളും. അപ്പൊ ഞാനത് വളരെ ഗൗരവമായിട്ടാണ് ഞാൻ ആ കാസ്റ്റിങ്ങിനെ കണ്ടത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി തോന്നി. 5 പേരെ കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ട് തോന്നി. ഞാൻ നന്നായി കാസ്റ്റ് ചെയ്യുന്ന വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് രാമൻ വന്നത്. നേരത്തെ ഞങ്ങൾ 25 വർഷമായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടാ. ഞങ്ങൾ ഭയങ്കര ജോലിയായിട്ട് പലപ്പോഴും അളിയൻ, അച്ഛൻ, അമ്മ, മകൻ അങ്ങനെയൊക്കെ ധാരാളം ഞങ്ങൾ നാടകം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ശ്രീരാജായിട്ട് സൗഹൃദത്തിലാണെങ്കിലും ശ്രീരാജ് ഈ പടത്തിനെ കുറിച്ച് പറഞ്ഞത് എന്നോട് ആദ്യം ശ്രീരാജ് സ്ക്രിപ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, നിനക്ക് പ്രതാപനെ ഇഷ്ടമുള്ളത് ചെയ്തതെന്ന് പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോ ഇഷ്ടംപോലെ കള്ളുടിയന്മാരെ ഞാൻ കൊള്ളുടിയെന്ന് പറഞ്ഞു. ഒരു ശ്രീരാജ് സമ്മതിച്ചില്ല. ശ്രീരാജ് പറഞ്ഞു അത് ആരായാലും പ്രതാപനെ തരില്ലേ എന്ന് പറഞ്ഞു. അത് ഇഷ്ടംപോലെ ആൾക്കാർ പ്രതാപന്റെ കള്ള് ഷാപ്പുകാരനായിട്ടും പെണ്ണുപിടിയനായിട്ടും ചെരിക്കുത്തിയായിട്ടും തരും. അപ്പൊ ഇതില് നമുക്കത് മാറ്റി പിടിക്കാന്ന് ഞാനതിട്ട് വാദിച്ചു. മണിയുടെ അടുത്ത് പോയിട്ടൊക്കെ ശ്രീരാജിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് മണിയുടെ അടുത്ത് പോയിട്ട് സങ്കടമൊക്കെ പറഞ്ഞു. എന്നോട് ഞാൻ കള്ളുടിയനായിട്ട് ചെയ്തോണ്ടാ എന്നെ എസ് ഐ ആക്കലെന്ന് പറയടാന്നൊക്കെ പറഞ്ഞ് ഞാൻ സങ്കടമൊക്കെ പറഞ്ഞു. ശ്രീരാജനല്ല അത് വേണ്ട, ഇതന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് 1-2 ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ചെയ്യാനായിട്ട്. 2 ദിവസം കഴിയുമ്പോൾ ഇവരൊക്കെ ആയിട്ട് ഭയങ്കര രസമായി. അത് നമുക്ക് പറ്റും എന്ന് തോന്നിയത്. അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്, നമ്മള് പലപ്പോഴും സിനിമകളിൽ അഭിനയിക്കുന്ന സമയത്ത് നമ്മള് അത് എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ അങ്ങനെ നമുക്കൊരു ഡയലോഗ് ഒരാളോട് പറയുന്നു. അപ്പൊ അയാൾക്ക് അത് ഇഷ്ടപ്പെടില്ല. കുറച്ചുകൂടി സ്റ്റാർഡമുള്ള നടനങ്ങളൊക്കെ ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കയറി പറയുന്നു, അല്ലെങ്കിൽ അയാൾ ഇടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ നേരത്ത് പലപ്പോഴും അത് നമുക്ക് അനുവദിച്ച് കിട്ടാറില്ല. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് വെച്ചാല് സൗബിന്റെയും ബേസിന്റെയും കൂടെ അഭിനയിക്കുന്ന നേരത്തത് അതിൽ ഒരു കുഴപ്പവും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ബേസിലപ്പോ ഞങ്ങൾ ഭയങ്കര കളിയാക്കി, ഞങ്ങളെല്ലാവരും കളിയാക്കൊക്കെ ചെയ്യായിരുന്നു റോട്ടില്. അങ്ങനെ അപ്പൊ ബേസില അതൊക്കെ പിടിച്ചോ നോക്കാണ്ട് ബേസില. സൗബിനും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട്, അതായത് ഞങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പറയുന്നതെന്നല്ല കേട്ടോ സത്യത്തിൽ. അത് അതിന്റെ ഏറ്റവും വലിയ സത്യസന്ധമായിട്ട് നമ്മൾ പറയുന്നത്. കാരണം മറ്റു പല നടന്മാരെടുത്ത് അഭിനയിക്കുന്നത് നമുക്ക് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കിട്ടാറില്ല. ആ ഡയലോഗ് പറയണ്ട, നീ എന്നെ ഇടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇടിക്കുന്ന നേരത്ത് സൗബിന്റെ നെഞ്ചിലെ രോമൊക്കെ പോയിന്ന രോമം പോയി ചേട്ടാ. അത് ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക്. രോമം പോയി തന്നെ സന്തോഷം. ആളത് രോമം പോയാലും നെഞ്ചിൽ രോമം പോയാലും കുഴപ്പമില്ല, കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു മൂഡ് നമ്മളെ സംബന്ധിച്ച്, നമ്മളെ പോലത്തെ ഒരു പുതിയ ആളെ സംബന്ധിച്ച് അത് വലിയ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ശ്രീരാജ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതായത് അയാളുടെ അടുത്ത് എന്ത് ഇംപ്രവൈസ്, സുന്ദരേട്ടൻ പറഞ്ഞാൽ എന്ത് ഇംപ്രവൈസ് ചെയ്യാനും വളരെ സ്വാതന്ത്ര്യമുള്ള ആളാണ്. ചില ഇംപ്രവൈസ് വേണ്ട എന്ന് പറയും, ചിലത് പൊക്കോട്ടെ മുകളിലേക്ക് പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സ്വാതന്ത്ര്യം തരുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അൻവർ റഷീദ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്, അത്രയും സീനിയർ ആയിട്ടുള്ള ഡയറക്ടറായിരുന്നു. പക്ഷെ അയാൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു സാന്നിധ്യം അയാള് ബോധ്യപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അയാളെ പോലത്തെ ഒരു പ്രൊഡ്യൂസറും ഇല്ല എങ്ങനെ അഭിനയിക്കുക, ഡയറക്ടറും ഇല്ല എങ്ങനെ അഭിനയിക്കുക എന്നുള്ള വലിയ ചിന്തയുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. പക്ഷെ അയാൾ ഭയങ്കര ഇൻവിസിബിൾ ആയിട്ട് നിൽക്കുമായിരുന്നു ആ ലൊക്കേഷനിൽ. അത് വല്ലാത്തൊരു സ്വാതന്ത്ര്യം. അത് ഇൻവിസിബിൾ ആയിട്ട് നിൽക്കുകയും ചെയ്യും. അയാള് ഒരു കാര്യം നന്നായി ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യൻ
ചിരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് വല്ലാത്ത സ്വാതന്ത്ര്യം തരും. അത് മോശമായി ചിരിക്കാൻ, മോശമായി ചിലപ്പോൾ ചിരിക്കും. അത് വലിയ സ്വാതന്ത്ര്യം ഒരു നടനെ സംബന്ധിച്ചത്. വലിയ കുറച്ചും കൂടി നന്നായി ചെയ്യുക എന്നൊരു സ്ഥലത്തേക്ക് വരുമായിരുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ശബരീഷ് ഓർമ്മിക്കും. എന്റെ പേര് തോട്ട ബിജു. ഞാൻ മാപ്രാണം ഭാഗത്ത് പെട്ടിയോട്ടർ ഷോടിയിലാണ് എന്റെ പണി. അത്യാവശ്യം ഗുണ്ടാപ്പണിയൊക്കെ ഉള്ള ഒരാളാണ്. പ്രാവിൻകുടി ഷാപ്പിലെ ഒരു സ്ഥിരം കള്ളുകുടിയനാണ്. ഇതാണ് എനിക്ക് തന്ന ഒരു ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ. ഇതില് പടം കണ്ടവര് എന്നെ തിരിച്ചറിയുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും തിരിച്ചറിഞ്ഞോട് ചിലരൊക്കെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷമായി. തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞവരും അതും സന്തോഷമായി. അത് മാത്രമേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് ഗെറ്റപ്പ് ഭയങ്കരമായിട്ട് മാറി ചെയ്യുന്ന ആദ്യത്തെ ഒരു സിനിമയാണ്. റോളക്സ് ആണ് അതിന്റെ മേക്കപ്പ് ചെയ്തത്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് 10 സെക്കൻഡ് കണ്ണാടി നോക്കിയപ്പം എന്നെ ഈ കോലത്തിൽ കാണുന്നതിലൊരു, അതെങ്ങനെ ഇപ്പൊ പറയാ, അതിനൊരു പ്രത്യേകിച്ച് വാക്ക് മലയാളത്തിൽ പറയാൻ പറ്റില്ല. അത് നിങ്ങൾ പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ശരിക്കും പറഞ്ഞ ഒരു അതാണ് എനിക്ക് ഈ പടത്തിൽ. അല്ലെങ്കിൽ ഇതിൽ എനിക്കൊരു കുടുംബ ചിത്രമാണ്. ഈ പടത്തിന്റെ കഥയല്ല ഞാൻ പറയുന്നത്. ഇതിൽ വളരെ അടുത്ത് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഫാമിലി എന്ന ഒരു കുടുംബത്തിലേക്ക് പോകുന്ന പോലെ തന്നെയായിരുന്നു ഇതിന്റെ അകത്ത് വന്നിരുന്നത്. പിന്നെ ഇനി കൂടുതൽ ഇതിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞതുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞാലും രണ്ടുപേരും സമ്മതിച്ചു തന്നു. രണ്ടുപേരും സംവിധായകരാണ്. ഒരു പടം എടുത്ത ആ പടത്തിന്റെ സീൻ എത്രത്തോളം ഭംഗിയായിട്ട് വരുന്ന വ്യക്തമായ ധാരണയും ആഗ്രഹമുള്ള രണ്ടുപേരായിരുന്നു. അപ്പൊ അവര് സമ്മതിച്ച യാതൊരു അത്ഭുതമില്ല അല്ലെ. ഇനി പടത്തിനെ കുറിച്ച് എല്ലാം ആദ്യം തന്നെ ബേസിൽ കയറി പറഞ്ഞു. ഇനിയിപ്പോ ഒന്നും ഇവരെ ഓരോരുത്തരോടും ഒന്നും ചോദിക്കരുതെന്ന് മട്ടില് എല്ലാ ഡീറ്റെയിൽസ് ആദ്യം തന്നെ പറഞ്ഞു. ഇനിയിപ്പോ എന്താ പറയാനല്ലേ, ഇപ്പൊ നമുക്ക് ന്യാസിക്ക് കൊടുക്കാം. നമ്മള് സിലോൺ മാമൻ. അതെ, ഞാൻ സിലോൺ മാമൻ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയൊരു കാര്യം എന്താ വെച്ചാല്, ഞാന് മറിമായത്തില് ഒരു 14 വർഷമായിട്ട് മറിമായ എന്നുള്ള പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ഒരുപാട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് നമ്മളിങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോ മിക്കപ്പോഴും ഇങ്ങനെ ഒരു സിനിമ വരുമ്പോ അതിലൊരു ചേഞ്ച് ക്യാരക്ടർ ഇതിനോടൊക്കെ ആ ഒരു പാറ്റേണിൽ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്ത ഏതെങ്കിലും സംഭവമായിട്ട് സാമ്യമായിട്ട് വരുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം നമുക്കും അതുപോലെ വിളിക്കുന്നവർക്കും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഒരു നല്ല ഡയറക്ടർ വിചാരിച്ചാൽ നമ്മളെ കൊണ്ടൊക്കെ ഇനിയും മനോഹരമായിട്ട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് വിശ്വസിപ്പിച്ച ഒരു ക്യാരക്ടറാണ് എന്റെ. ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം സിലോൺ മാമൻ എന്നുള്ള ഒരു ക്യാരക്ടർ ഞാൻ ഈ 14 വർഷം ചെയ്ത മറിമായത്തിലോ ഇതുവരെ ചെയ്ത സിനിമയിലോ ഇല്ല. അത് പൂർണ്ണമായിട്ടും അതിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ എന്റെ ഈ സിനിമ ഷൂട്ട് നടന്നത് എന്റെ നാട്ടിലാണ്, വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി ഒരു 5 കിലോമീറ്ററിനകത്ത് ലെജൻഡുകളായിട്ടുള്ള ഒരുപാട് ആൾക്ക് ജന്മം കൊടുത്തിട്ടുള്ള നാടാണ്. ഭരതൻ, ഒടുവിലുണ്ണികൃഷ്ണൻ, പിന്നെ കലാണ്ടൻ ഹൈദരലി, എന്റെ ഫാദർ. അങ്ങനെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ആ ഒരു പരിസരത്താണ് ഈ ഷൂട്ട് നടന്നത്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ത്രില്ലായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമയുടെ ഒരു ഫോട്ടോഗ്രാഫിക് ഒരു സെൻസ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ. വെങ്കലം എന്നുള്ള ഭരതന്റെ വെങ്കലം എന്നുള്ള സിനിമ, താഴ്വാരം എന്നുള്ള സിനിമയിൽ കാണുന്നുണ്ടാവുന്ന ഒരു ചേഞ്ച്, അതിന്റെ ഒരു വിഷ്വൽ സ്റ്റൈല് 100% എന്റെ നാട്ടില്, ഞാൻ വടക്കാഞ്ചേരി പച്ചായിട്ടുള്ള ഒരു ഗ്രാമമാണ് നാട്. അവിടെ നാട്ടില് കാണുന്ന ഒരുപാട് കഥാപാത്രങ്ങളും ഒക്കെ ആയിട്ട് വളരെ സാമ്യമുണ്ട് ഇതിലെ പല ക്യാരക്ടേഴ്സും. അങ്ങനെ കൃത്യമായിട്ട് ഒരു സിനിമയിൽ നിന്ന് മാറി നിന്ന് ഒരു നാട്ടിലേക്ക് നോക്കുന്നത് പോലുള്ള ഒരു കാഴ്ച ഈ പ്രാവിൻകുടി ഷാപ്പ് എന്നുള്ള സിനിമയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തു. എന്റെ ഒരു അഭിപ്രായമാണ്. പിന്നെ ടോട്ടലി ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്ക് ഓവറാണ്. അതിന് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ നൈറ്റ്മാനായിട്ടുള്ള റോളക്സിനാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു കരവിരുത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സൗമ്യ ബൈക്കാണെങ്കിലും എല്ലാവർക്കും, അതേമാതിരി ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജിലും എല്ലാവരുടെ ക്യാരക്ടറും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഈ സിനിമയുടെ വളരെ പ്രത്യേകതയായിട്ട് ഫീൽ ചെയ്തു. എന്തായാലും സിനിമ ആളുകൾ ഏറ്റെടുക്കുന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങള് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ആർആറിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടാണെങ്കിലും ഓരോരുത്തരും ചെയ്ത ക്യാരക്ടേഴ്സിനെ കുറിച്ചായിട്ട് നല്ല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു സന്തോഷത്തിലാണ്. ഇനിയും കാണാത്തവരാരെങ്കിലൊക്കെ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക.
നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും പ്രാവൻകൂടി ഷാപ്പ്. താങ്ക് യു. ഒറ്റ അതായത് നിങ്ങൾ അവിടുന്ന് ഇവിടെ വരെയുള്ള ആൾക്കാർ സംസാരിച്ചപ്പോൾ കിട്ടിയൊരു വൈബില്ലേ, ഇതാണ് പ്രാവൻകൂടി ഷാപ്പ്. നിങ്ങൾക്ക് അതിന്റെ ഒരു ചെറിയ ഡോസ് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഈ ചെറിയൊരു ചിരി ഇവിടെ പച്ചയായ ഇപ്പൊ ഇവര് പച്ചയ്ക്ക് ഇങ്ങനെ പറഞ്ഞത് പച്ചയായ പെർഫോമൻസ് നിങ്ങൾക്ക് പ്രാവൻകൂടി ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ കാണാം. ഇത്രയും നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഈ പ്രാവൻകൂടി ഷാപ്പിന്റെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഷാപ്പിലെ കുടിയന്മാര് ശരിക്കും നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഹലോ, ഹായ്, എന്റെ പേര് ജോർജ് എന്നാണ്. ഈ പടത്തിന്റെ അകത്ത് കൊത്തി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഹാപ്പിയാണ് ഇതുപോലുള്ള വലിയ ഗ്രൂപ്പിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഹായ്, നമസ്കാരം. എന്റെ പേര് രേവതി എന്നാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു പടത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ല. ശ്രീരാഗ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, അൻവർ റഷീദ് പ്രൊഡക്ഷൻ, ഷൈജു ഖാലിദ് TOP, പിന്നെ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും കൂടെ ഒരു നല്ല ക്രൂ ആയിരുന്നു. വർക്ക് ചെയ്യാൻ പറ്റി, ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഇവിടെ സംസാരിക്കാനാണ് ഇച്ചിരി കംഫർട്ട് കുറവ്. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല മൂവിയാണ്, എല്ലാവരും പോയി കാണണം. കല്യാണി എന്നാണ് ഞാൻ ചെയ്ത ക്യാരക്ടറിന്റെ പേര്. താങ്ക് യു. എന്റെ പേര് രാജിയ റൻസി. ഇതില് റാണിമോൾ എന്നൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്തത്. എന്നെ സിനിമയിലോട്ട് വിളിച്ച് ഞാൻ പേരിലൂർ പ്രീമിയർ ലീഗ് വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിതിൻ ഉണ്ടായിരുന്നു. ഈ പടത്തിൽ അസോസിയേറ്റ് ആണ്. നിതിനും പ്രസവം കൂടിയാണ് വിളിച്ചത്. ഒരു ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, രാജിജി തിരക്കിലാണോ? ഞാൻ എന്ത് കണക്കടാ, ഞാനിവിടെ പൊന്നൂട്ടേന്ന് 6 ഫുഡായിട്ട് വീട്ടിൽ തന്നെ ഉണ്ട്, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അവിടെ ചെന്നപ്പോഴാണ് ഡയറക്ടർ കണ്ടു, കുറച്ച് കാര്യങ്ങളും ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ആരാ നായകൻ? സ്ഥിരം ആൾക്കാർ ചോദിക്കുമ്പോ സൗഭിക്കാൻ കൊള്ളാം, അടുത്ത പൊളി കിട്ടോ? അപ്പൊ പെർഫോം ചെയ്യേ. 1 ചെയ്തു, 2 ചെയ്തു, 3ാമത്തെ ഓക്കെ ശരി വിളിക്കാം. വീട്ടിൽ വന്നിട്ട് സകല ദൈവങ്ങളെയും വിളിച്ചു. രാത്രി 12ക്ക് വിളിച്ചു വെച്ചു, എന്തായാലും എല്ലാം നടക്കും. എല്ലാ രാഴ്ച വിളിക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഫോൺ വന്നിട്ട് പറഞ്ഞു, രാഴ്ച സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞങ്ങളെപ്പോലുള്ള ഒത്തിരി പുതുമുഖങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വേഷം ചെയ്യാൻ പറ്റി. അതില് എന്താ പറയാ, 5 പോലീസുകാരോട് നിൽക്കാൻ പറ്റി. പിന്നെ ആദ്യത്തെ സീൻ ഒരു ബേസിന്റെ കൂടെയാണ് ഒരു സീനിൽ വർക്ക് ചെയ്തത്. ഡയലോഗ് വന്നതാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ 5 ഡയറക്ടർമാരുടെ ഇടയിൽപ്പെട്ടിരിക്കുകയാണ്. സൗഖ്യത്തോട് സംസാരിക്കാൻ പറ്റില്ല. ഇടക്ക് ചെയ്തിട്ടൊന്ന് ബേസിൽ നോക്കും എന്താണ് എക്സ്പ്രഷൻ. കുഴപ്പമില്ല, ഓക്കെ. പിന്നെ DOP നോക്കും, ഓക്കെ. അബ്രോര് നോക്കും. ശ്രീരാജൻ പറഞ്ഞു തന്നു. ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഒരു കൗണ്ടറിൽ ചിരിക്കുന്ന ഒരു സാധനമുണ്ട് ബേസിൽ, ഭയങ്കര സീരിയസ് ആയിട്ട് പറയുമ്പോ. അപ്പൊ അറിയാണ്ട് ചിരിച്ചപ്പോ അത് പിടിച്ച കുട്ടമ്പിള്ളയെന്ന് പറഞ്ഞു. കുട്ടമ്പിള്ളയെന്നാണ് സെറ്റി വിളിച്ച് കളിയായിക്കൊണ്ടിരുന്നത്. അപ്പൊ കുട്ടമ്പിള്ള അങ്ങനെ ചിരിച്ചോളാൻ പറഞ്ഞു. ഇന്നിപ്പോ ആ സീൻ കണ്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞങ്ങൾ കുറെ പേർക്ക് കൂട്ടത്തില് ഞങ്ങൾ 4-5 പേർക്ക് നിൽക്കുന്ന സമയത്ത് ഇത് അയാൾ പറയും, ഇത് അങ്ങനെ പറയും, ഇങ്ങനെ പറയുന്ന പറഞ്ഞ് ഇല്ലാത്ത സാധനം വരെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഡയലോഗുകൾ എല്ലാവർക്കും. ഇത്രയും സപ്പോർട്ടീവായിട്ട് ഈ ബേസിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു കുറച്ച് ദിവസങ്ങളും കൂടിയാണ് അവിടെ. ഒത്തിരി സന്തോഷം തോന്നി. സൗഖ്യയുടെ കൂടെ അടുത്ത പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. ആരെങ്കിലും വിളിക്കുമായിരിക്കും. ഇല്ലേ, വിളിക്കില്ലേ? ഇക്ക വിളിക്കോ? പിന്നെ പ്രതാപേട്ടനെ എടുത്ത് പറയാം. കാരണം പേരിലൂരിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. രാമേട്ടൻ എന്നെ ഞെട്ടിച്ചു. കാരണം തൂമ്പ ഷോർട്ട് ഫിലിം കാണുന്നത് ഡയറക്ടർ അറിയുമെന്ന് അറിയില്ല. ഷൂട്ടിന് തലേ ദിവസം എന്നുവെച്ചാൽ രാമേട്ടനെ അടിച്ചു, പ്രതാപേട്ടനെ അടിച്ചു തന്നു. അപ്പൊ ഞാൻ കണ്ടില്ല. അപ്പൊ ഷൂട്ടിന്റെ തലേ ദിവസം രാത്രി ഒന്ന് കണ്ടപ്പോ ഒത്തിരി കൊള്ളാലോ. ഞാനന്നിരുന്ന് നിർത്തിപ്പിടിച്ച് ഷെയർ ചെയ്തു. രാവിലെ ഞാൻ വന്നപ്പോ രാമേന്റെ കണ്ടത് ഈ മനുഷ്യനാണ് അത് ചെയ്തത്. പക്ഷെ പോലീസായിട്ട് യൂണിഫോം ഇട്ട് വന്നു കഴിയുമ്പോൾ ഞെട്ടി പോകും. ലൊക്കേഷനിലെ കൂലിപ്പണിക്കാരെ പോലെ എല്ലാവരും നിൽക്കണതേ. യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ ഇരിക്കണില്ലേ സിമ്പിളായിട്ട്. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുവിധപ്പെട്ട ആരെയും മനസ്സിലായില്ല. ആ മേക്കപ്പ് സ്റ്റൈല് സൗഭിക്ക കാലൊക്കെ വെച്ചിട്ട് അഭിനയിക്കുന്ന സിനിമ ഞാൻ കണ്ടില്ല. പക്ഷെ ഭയങ്കര ഫാനാണ് എന്റെ കുട്ടികളൊക്കെ. സൗഭിക്കനെ കണ്ടാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഹസ്ബൻഡോട് എന്തിനാ സ്ഥലത്താ ചെയ്തേക്കണേ പറഞ്ഞു. ഞാൻ കഥ പറഞ്ഞാൽ ഇപ്പൊ സംസാരിച്ച് ശീലമുള്ള ആൾക്കാരല്ല. അതിലെ ചാന്ദിനി ഒരു രക്ഷയിൽ എന്റെ മോളെ എന്താ പറയാ എടുത്തു പറയുന്ന ഒരു നടി തന്നെയാണ്.
അത്ര രസമായിട്ട് അസാധ്യമായിട്ട് പെർഫോം ചെയ്തു. നോട്ടാണെങ്കിലും കൗണ്ടറാണ് എവിടെയൊക്കെയാണ് കോമഡി വരുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല. ഭയങ്കര രസമായിട്ട് ചെയ്തു. കുറെ സംസാരിച്ച കയ്യിൽ പോകും, ഞാനിത് കൊടുക്കാറുള്ളത്. അപ്പൊ എല്ലാവരും സിനിമ ഫാമിലിയായിട്ട് തന്നെ കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രണയവും വൈറ്റും കോമഡി ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ഉള്ള ഒരു സിനിമയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമസ്കാരം, എന്റെ പേര് മണി. ഞാൻ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ബേസിക്കോടെ മിന്നൽ മുരളി. ഞാൻ ശ്രീരാജിന്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ പടം ഓണാവാൻ വേണ്ടിയിട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ആ സിനിമ നടന്നു. അപ്പോ അതില് സന്തോഷമുണ്ട്. ഞാനിതിൽ ചിയാരം കുട്ടാപ്പ് എന്ന് പറഞ്ഞ റോളാണ് ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് ഇത്രയും ക്രൂവിന്റെ കൂടിയും പിന്നെ അമ്പുക്ക അതുപോലെ തന്നെ ഷൈജുക്ക ഇവരെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് പേഴ്സണൽ ഒരു സംഭവം തന്നെ സ്ക്രീനിൽ കണ്ടു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട നടനാണ് എനിക്ക് സൗബികയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് എന്റെ ഒരു ഭയങ്കര ആഗ്രഹം. അത് എനിക്ക് ശ്രീരാജ് മൂലം ഈ സംഭവിച്ചു. അതെന്റെ ഒരു പേഴ്സണൽ ഒരു ഫേവറേറ്റ് ആയിരുന്നു. അത് സംഭവിച്ചു. സന്തോഷം. ബാക്കി നിങ്ങളെല്ലാവരും സിനിമ കണ്ട് അഭിപ്രായം മറ്റുള്ളവർക്ക് പറയാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരോടും പറഞ്ഞത് ആളെ നടക്കുക, അത്ര പറയാനുള്ളൂ. എൻ്റെ പേര് രാജേഷ് എന്നാണ്. നമസ്കാരം. കാസർഗോഡുകാരനാണ്. ഈ സിനിമ മുമ്പേ മദനോത്സവം എന്ന സിനിമയിൽ, രേഖ എന്ന സിനിമയിലൊക്കെ 2 സിനിമയിലാണ് ഞാൻ കാര്യമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. മദനോത്സവത്തിന്റെ പാർട്ടി സെക്രട്ടറിയും രേഖയിലെ വിൻസിയുടെ ആയിട്ടുമാണ് അഭിനയിച്ചിരിക്കുന്നത്. പ്രാവിൻകുൾ ഷാപ്പിൽ വരാൻ കാരണം അബ്രു സൈമണാണ്. അബ്രുവാണ് എന്നെ വിളിച്ചിട്ട് പിന്നെ ശ്രീരാജിന്റെ മുന്നിലെത്തുകയും ശ്രീരാജ് എന്നോട് വർത്തമാനം പറയുകയും മണിയും ശ്രീരാജൊക്കെയാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് പ്രതാപനും ദേവനും ഞാനും രാജിയും സുഭാഷ് ഏട്ടനൊക്കെയുള്ള ഒരു പോലീസ് സൈന്യത്തിന്റെ ഒന്നിച്ചാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ ബേസിൽ എന്ന് പറഞ്ഞ മഹാനായ നടനുമാണെന്ന് മനസ്സിലാകുന്നത്. എനിക്ക് ഇപ്പെല്ലാം സീപ്പ് പറഞ്ഞല്ല, വളരെ സിൻസിയറായിട്ട് പറഞ്ഞാണ്. എനിക്ക് ഇതിന്റെ ലൊക്കേഷനിൽ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ബേസിന്റെ ഒന്നിച്ചായിരുന്നല്ലോ നമ്മുടെ കൂടുതൽ എക്സ്പീരിയൻസ് മുഴുവൻ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കരമായ സപ്പോർട്ട് എന്നെ ഭയങ്കരമായിട്ട്, ഇത്രയും വലിയ നടൻ ഇത്ര അധികം സപ്പോർട്ട് നമ്മുടെ കോ ആർട്ടിസ്റ്റ് സ്പേസ് ഞങ്ങൾക്ക് തരും. ആ ശ്രീരാജാണ് ഏറ്റവും കൂടുതൽ സ്പേസ് തരിക. അതിന് ഒന്നിച്ചിട്ട് ഷൈജു ആയാലും പിന്നെ ലൊക്കേഷനിൽ ഏകദേശം മുഴുവൻ സമയവും അമ്പൂക്കയും സജീവമായിട്ടുണ്ടാവും. അതൊരു മൂലയിൽ അദ്ദേഹം ഇരിക്കുകയും അദ്ദേഹം പ്രതാപം സൂചിപ്പിച്ച മാതിരി എല്ലാം കണ്ട് ആസ്വദിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അമ്പൂക്കല്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും അദ്ദേഹത്തിനോട് ആ അത്തരം രീതികളൊക്കെ. അപ്പൊ ഞങ്ങളെ ഒരുപാട് ആക്ടേഴ്സിന് ഒരുപാട് സ്പേസ് തരും എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ആത്മാർത്ഥമായി എനിക്ക് അനുഭവപ്പെട്ടത്. അതിൽ ബേസിലിനോടും സൗബിക്കയോടും ബാക്കി എല്ലാ ഷൈജുവിനോടും അതിലുപരി ഏറ്റവും ഉപരി ശ്രീരാജിനോടും അമ്പൂക്കയോടും ശിവനോടും ശബരിയോടും ഒക്കെ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇതിൽ പ്രകാശിപ്പിക്കുന്നു. എല്ലാവർക്കും എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടം. ഹായ്, ഞാൻ ചാന്ദി. എന്താ പറയാ, ഞാൻ എല്ലാവരും സംസാരിക്കാൻ വിചാരിച്ചത് വീട്ടിലി സെറ്റിൽ കാണുന്ന പോലെയല്ല ഇവിടെ ആരും ഇരിക്കുന്നത്. നമ്മൾ സെറ്റിലോട്ട് പോകുമ്പം റെഡി ആയിട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറ്. സോ ഇപ്പോഴാണ് ഓരോരുത്തരുടെ ഒരു ഒറിജിനൽ രൂപം കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരൊക്കെ എന്താന്ന് മനസ്സിലാവുന്നില്ല. സോ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ തന്നപ്പോൾ കുറച്ചുകൂടി മനസ്സിലായി. ഞാൻ ഈ സിനിമയില് ഞാൻ കുറച്ചാളുകൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ച് അമേരിക്കയിൽ പോയിരുന്നു. എന്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു, തിരിച്ചു വന്നപ്പം ഒരു റാൻഡം ആയിട്ടായിരുന്നു അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സ് പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഒരു കോൾ വരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അവിടെ പോയി. ഡയറക്ടർ ശ്രീരാജു ഉണ്ടായിരുന്നു. ഇവരെന്റെ ഒരു സീക്വൻസ് പറഞ്ഞു അത് ചെയ്ത് പെട്ടെന്ന് നോക്കുമ്പോ സിനിമ എല്ലാം തുടങ്ങി. അപ്പൊ നമുക്ക് ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമെങ്കിൽ പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ട്രെയിലർ കണ്ടാല് എന്നെ പോലെയല്ല കാണാൻ. എന്റെ ഒരു ഒറിജിനൽ ഫിസിക് ആൻഡ് ലുക്ക് വൈസ്. അപ്പൊ അത് എങ്ങനെയാണ് ആ ഡയറക്ടർ അത് വിഷ്വലൈസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇതിന് മുന്നേ കുറെ ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട് അങ്ങനത്തെ ടൈപ്പ് ഓഫ്
ലുക്ക് ഉള്ള ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻസ് അങ്ങനെ ചാന്ദി അതുപോലെയല്ല കാണാൻ. അപ്പം ഇറ്റ് വോണ്ട് വർക്ക്. പക്ഷെ ശ്രീരാജിന് എന്തായാലും അങ്ങനെ കാണാൻ പറ്റി. അതെനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, വൈ എന്തിനാ ചാന്ദിനെ കാസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ലുക്കില്. പക്ഷെ ആളെ കാസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. എന്റെ ക്യാരക്ടറിന്റെ പേര് മെരിൻഡ എന്നാണ്. ഭയങ്കര ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഐ തിങ്ക് ഇവിടെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സിന് ഒരു ക്വർക്കിനെസ് ഉണ്ട്. ആൻഡ് ഇപ്പൊ സൗദിക്ക് മറ്റേ കാറിനൊരു നോഡലുണ്ട്, ഒരു വിരലിന്റെ ഒരു എക്സ്ട്രാ ഒരു ഇതുണ്ട്. അപ്പൊ യുണീക്ക് ടച്ചസ് എന്തായാലും ഡയറക്ടർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എന്റെ ക്യാരക്ടറിനും തന്നിട്ടുണ്ട്. ഐ എം വെരി താങ്ക്ഫുൾ. ഇതിൽ ഡബ് ചെയ്യാൻ പറ്റി. അതിൽ കംപ്ലീറ്റ്ലി ഡയറക്ടറിന്റെ സപ്പോർട്ടാണ്. ആൻഡ് ഇതിന്റെ എല്ലാത്തിനും ഒരു മെയിൻ പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അമ്പുക്കയാണ്. അമ്പുക്ക ഇപ്പൊ എല്ലാവരും പറയുന്ന സെറ്റിൽ വന്ന ഒന്നും മിണ്ടില്ല. അമ്പുക്ക വരുമ്പോ ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആണ്. ഭയങ്കര ഒരു പോസിറ്റീവ് ആൻഡ് പ്ലസന്റ് ഓറയാണ്. ആൻഡ് ഷൈജുക്കിനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ആ ഫ്രെയിംസിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ആള് ഭയങ്കര നമ്മൾ കംഫർട്ട് ആക്കും. സോ അതുകൊണ്ട് തന്നെ അഭിനയിക്കാൻ നന്നായി പറ്റി. ഇതിപ്പോ എല്ലാവരും ലിസ്റ്റ് ചെയ്യണം. എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ ആൻഡ് എന്താ സൗണ്ട് ഡിസൈൻ എല്ലാവരാണെങ്കിലും ഇപ്പൊ ഷഫീഖാണ് എഡിറ്റർ. മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയ് ആൻഡ് സൗണ്ട് ഡിസൈനർ വിഷ്ണു ഗോവിന്ദ്. ഇവരെല്ലാവരും അവരുടെ രീതിയിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. സോ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനും സഭയ്ക്ക് മുന്നേ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല. സോ എന്താ ഡാറുവിന്റെ ബന്ധവും CIA-യും. പക്ഷെ ഇപ്പൊ കോമ്പിനേഷൻ ആയിട്ട് അഭിനയിക്കാൻ പറ്റി. ഇവിടെ രണ്ടും കൂടെ കോമ്പിനേഷൻ കിട്ടി. അത് രണ്ടിലും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ടൈപ്പ് ആക്ടേഴ്സ് ആണ്. അപ്പൊ ആ സീക്വൻസസും നിങ്ങൾ കണ്ടാൽ അറിയാം, ഇറ്റ്സ് വെരി ഡിഫറെന്റ്. പിന്നെ എനിക്ക് രാജി മാമിന്റെ കൂടെ സീക്വൻസസ് ഉണ്ടായിരുന്നു. ബാക്കി അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും കൂടിയാണ് ഹിറ്റ് ഉണ്ടായിരുന്നത്. സോ ആ സീക്വൻസസ് ഇറ്റ് വാസ് വെരി ഫൺ. അത് ക്യാരക്ടർ വൈസ് ആണെങ്കിലും പെർഫോം ചെയ്യുമ്പം ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഡയറക്ടറിന്റെ ഒരു വിഷൻ നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും സിനിമ കാണും, ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു. ബേസിൽ ബ്രോ ഇപ്പൊ 2024 ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തിട്ടുള്ള നടന്മാരിൽ ഒരാളാണ് ബേസിൽ. 2024 ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു നടന്മാരിലെ ഒരാളാണ് ബേസിൽ. അപ്പോ ഇപ്പോഴത്തെ പ്രാവൻകുടി ഷാപ്പും നല്ല റെസ്പോൺസ് ആണ് വന്നോണ്ടിരിക്കുന്നത്. എന്താ അതിന് ഗുഡൻസ് എന്താണ് ചെയ്യുന്ന ഫിലിംസ് എല്ലാം ഹിറ്റ് ആവുന്നതിന്റെ? നല്ല സിനിമ അല്ല, സിനിമകളൊക്കെ നല്ലതായതുകൊണ്ട് തന്നെയാണല്ലോ. സിനിമ നല്ലതാണെങ്കിൽ ഹിറ്റാവും, മോശമാണെങ്കിൽ ആവില്ല. അത്രേ ഉള്ളൂ. ചെയ്യുമ്പോ നല്ലത് നോക്കി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ അത് വർക്ക് ചെയ്തവരൊക്കെ നല്ല ടെക്നീഷ്യൻസ്, നല്ല ഡയറക്ടേഴ്സ് ഒക്കെയാണ്. ശ്രീരാജ് ഉൾപ്പെടെ. അപ്പൊ അവരൊക്കെ തന്നെയാണ് എല്ലാരും കൂടെ ഉള്ളൊരു പരിപാടിയാണ്. അതേപോലെ തന്നെ ഇതില് 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ബൈക്ക് റൈഡ് സീൻ ഉണ്ട്. അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? ഒറിജിനൽ ഡ്യൂപ്പാണോ ഒറിജിനലാണോ ചെയ്തത്? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ വിട്ടു കുറച്ചധികം എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ചെയ്തത്. പലരും പറഞ്ഞു എന്നോട് ചെയ്തത് പക്ഷെ എനിക്ക് സിനിമയാണ് ഞാൻ ചെയ്തു. ഫാമിലി സ്റ്റാർ നെക്സ്റ്റ് ആക്ഷൻ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടാണ്. ഹെൽമെറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ പറപ്പിച്ചിട്ട് പറ്റില്ല. ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ. നല്ല അടിപൊളിയായിട്ട് പടം വന്നിട്ടുണ്ട്. നല്ലൊരു വൈബ് പടം, അതാണ് തോന്നിയത്. ഓരോരുത്തരുടെ പെർഫോമൻസ്, പിന്നെ ഷോർട്സ്, അയ്യോ രക്ഷയില്ല. ഷൈജു കാലത്തേക്കൊന്നും വന്നിട്ടില്ല. അതിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അതില് ശിവജിത്ത് ചേട്ടന്റെ മൂത്രപ്പുര ഫൈറ്റ് സീനില്ലേ,
അതൊരു ഭയങ്കര സീനായിരുന്നു. അതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതിന്റെ മേക്കിംഗ് ആയാലും പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ആയാലും ഒക്കെ എങ്ങനെ അത് മേക്ക് ചെയ്തെടുത്തു ആ ഒരു എക്സ്പീരിയൻസ്. ശ്രീരാജ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ നമ്മൾ ആ ഫൈറ്റ് തുടങ്ങുന്നതിന്റെ ഒരു 2 ദിവസം മുന്നേ മാസ്റ്ററുമായിട്ട് ഇരുന്ന് ഒരു പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു. കാരണം അതിൽ കൂടുതലും ലെങ്തി ആയിട്ടുള്ള സിംഗിൾ ഷോട്ട് പരിപാടിയാണ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ആ സമയത്ത് കുറെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് അറിയുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഒന്ന് അത്, രണ്ടാമത് ഞാൻ ചെയ്തിട്ടുള്ള ഫൈറ്റ് പോലെ അല്ല അത്. ഇപ്പം ഞാൻ കളരി ചെയ്തിട്ടുണ്ട് ARM-ല്. അപ്പൊ അതൊരു കളരിയുടെ ഒരു രീതിയിൽ പോകും. ഇപ്പം മുന്നേ ചെയ്താണെങ്കിൽ ഒരു ബോക്സിംഗ് ടൈപ്പ് ഫൈറ്റാണ് കൽക്കിയിൽ ചെയ്തത്. ഇത് ശരിക്കും ഒരു നാടൻ ഒരു ഫൈറ്റ് ആണ് വേണ്ടത്. അപ്പം ശരിക്കും നമുക്ക് കുറച്ചും കൂടി മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് ഇപ്പൊ മാസ്റ്റർ ആയാലും നമുക്ക് ആ ഒരു ഫ്രീഡവും ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ. പിന്നെ കൂടുതലും എനിക്ക് ഫൈറ്റ് ചെയ്യുമ്പോഴും കുറച്ചുകൂടി എന്താ പറയാ റിയലിസ്റ്റിക്കിലോട്ട് പോകാനും താല്പര്യം. അപ്പൊ ആ ഒരു പെയിനൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ആ ഒരു സംഭവം കിട്ടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരൻ പടം കണ്ടെന്ന് പറഞ്ഞായിരുന്നു, നല്ല കിൻഡൽ ഇടി എന്ന് പറഞ്ഞായിരുന്നു ശിവജിത്തേടന്റെ. അപ്പൊ റിയൽ ലൈഫിന് നല്ല ഇടിക്കാരനാണോ? ശിവജിത്ത് ആക്ച്വലി കലാപ്രതിഭയാണ്. സ്കൂൾ കലോത്സവത്തില് 8 ഇനങ്ങളിലാണ് ഫസ്റ്റ് പ്രൈസ് എടുത്തിട്ടുള്ള ആളാണ്. കഥകളി, മോഹിനിയാട്ടം, 99 2 വർഷം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ കലാപ്രതിഭയായിരുന്നു. ആ സമയത്ത് ചെറുപ്പത്തിൽ നമ്മൾ ആ സമയത്ത് എനിക്ക് 4th സ്റ്റാൻഡേർഡ് മുതലേ എനിക്ക് ആർട്ട് പഠിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അതിനുള്ളൊരു അവസരം ഇപ്പൊ പാരന്റ്സ് ആയാലും എന്റെ ഗുരു കലാമണ്ഡലം ഗുരുരാജന്റെ അമ്മായിയാണ്. അപ്പം അങ്ങനെ ഒരു എല്ലാവരും പഠിപ്പിച്ചുകൊണ്ട് ആ പ്രായത്തിലൊന്നും നമുക്ക് ഒന്നും പഠിക്കാൻ വേണ്ടി പോകാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കൂടുതലും ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിക്കാനായിരിക്കും കൂടുതലും. പക്ഷെ എന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ച് ഞാൻ അങ്ങനെ കുറെ പഠിച്ചിട്ടുള്ള കലാരൂപങ്ങളുണ്ടായിരുന്നു. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിലേക്ക് പങ്കെടുക്കാൻ പറ്റി. 2-3 വർഷം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ കഥകളി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, നാടോടി ഇതിനൊക്കെ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു ആ സമയത്ത്. പിന്നെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയില്ല. കാരണം അന്നും എന്റെ ആഗ്രഹം സിനിമ തന്നെയായിരുന്നു. 98 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മാതൃഭൂമി ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആരാണ് ആഗ്രഹം എന്ന് ചോദിക്കും. എനിക്കന്ന് 14 വയസ്സുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു സിനിമ നടനാകാനാണ് ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടും ഒരുമിച്ച് നമുക്ക് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സിനിമ എന്നുള്ളതുകൊണ്ടാണ് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. അപ്പൊ ഇപ്പോഴും സിനിമ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഇപ്പൊ കളരി ചെയ്യാൻ പഠിച്ചതും സിനിമയ്ക്ക് വേണ്ടി പഠിച്ചത്. പക്ഷെ കുറെ നാളുകൾ പഠിക്കാൻ എനിക്ക് പറ്റും. ഒരു 1.5 വർഷത്തോളം കളരി പഠിച്ചു ഫസ്റ്റ് മൂവിക്ക് വേണ്ടി. പിന്നെ അത് ARM-ൽ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ഒരു സംഭവം. ഓരോ സംഭവങ്ങൾ പഠിക്കുമ്പോഴും കൂടുതൽ ഡെപ്തോട് കൂടി പഠിക്കാന്നുള്ള വലിയ ഇഷ്ടമാണ്. വേറെ ഒന്നും താല്പര്യമില്ല. ഇത് തന്നെ ഇതില് ബേസിലിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരേ സമയം ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ്. അത് പിന്നെ എന്ന് പറഞ്ഞത് ഒരു കോമഡി, അതേ ടൈമിൽ തന്നെ കോമഡിയും ചെയ്യണം. അതാണോ ഇതില് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം? അതോ പോലീസ് ഓഫീസർ ആയതുകൊണ്ടാണോ? അല്ല, അതിന്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു ക്രിക്കിനെസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. വെറുതെ ഒരു പോലീസ് റോളല്ല. കാരണം നമ്മൾ കുറ്റാന്വേഷണം നടത്തുന്ന പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവില്ല. അതിന് മാറിയിട്ടുള്ള രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു. ശ്രീരാജാണ് അതിന്റെ ഒരു ബേസിക് എന്താ പറയുക, ആ എഴുത്തിലൊക്കെയുള്ള ശ്രീരാജിന്റെ ഒരു ക്രിക്കിനെസ് ഉണ്ട്. ശ്രീരാജ് മൊത്തത്തിൽ ഇങ്ങനത്തെ എല്ലാത്തിനും ഇങ്ങനെ വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാത്തിനും കോമഡി, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഹ്യൂമറൊക്കെ കൊണ്ടുവരും. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പോലീസുകാരൻ. അയാള് ഇപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അന്വേഷണത്തിന്റെ ഇടയിൽ ചിലപ്പോൾ പെട്ടെന്ന് സീരിയസ് ആണ്, തമാശയ്ക്ക് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ചിലപ്പോൾ തമാശയൊക്കെ ആയി പോകും. അങ്ങനെയുള്ളൊരു സ്പേസിലാണ് നിൽക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോളാണ്. അപ്പൊ അത് തന്നെയാണ് ചെയ്യുമ്പോഴും ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. ശ്രീരാജ്
ഒരു 2 ടേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓക്കെ ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമുക്ക് എന്നാ ശരി എന്നൊക്കെ പറഞ്ഞു പോകാൻ നേരത്ത് ശ്രീരാജ് അവിടെ ആയില്ല പറഞ്ഞിട്ട് പിന്നെ ഒരു കുറെ പ്രാവശ്യം കൂടെ വീട്ടിൽ ശ്രീരാജ് കുറെ ഫീഡ്ബാക്ക് തരും. അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പല പല രീതിയിൽ മാറ്റി ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പൊ പെട്ടെന്നൊന്നും ടേക്ക് ഓക്കെ ആവാൻ സമ്മതിക്കില്ല. അത് അങ്ങനെ എങ്ങനെ ഇംപ്രൂവൈസ് ചെയ്ത് വേറെ രീതിയിലൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ തന്നു. അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഓക്കെ പറയുന്ന എനിക്ക് വേറെ പല പല ഫീഡ്ബാക്സും തോട്ട് പ്രോസസ് ഒക്കെ ഉള്ള ഒരാളാണ്. എല്ലാം വേറെ രീതിയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ്. അപ്പൊ അതൊക്കെയാണ് ക്യാരക്ടേഴ്സിൽ എല്ലാവരുടെയും പെർഫോമൻസസിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. സൗബിനിക്കാണ് കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണല്ലോ സൗബിൻ ബേസിൽ കോംബോ വരുന്നത്. നമ്മള് മായാനദിയിൽ ട്രാൻസിലും അല്ല ഈ മുഴുവൻ വൈറസിലുണ്ട്. പക്ഷെ മുഴുനീള കോമ്പിനേഷൻസ് ഒക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത്ര നമ്മള് ശരിക്കും പറഞ്ഞാല് ഫിലിം വർക്ക് ചെയ്തപ്പോൾ അധികം അങ്ങനെ അടുത്ത് പരിചയപ്പെടലും കുറവായിരുന്നു. ഞങ്ങള് ഈ പടത്തോടു കൂടിയാണ് ഞങ്ങളെ ഭയങ്കര പരിചയമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്യും, രാത്രിയൊക്കെ ഗുഡ് നൈറ്റ് ഒക്കെ പറയും. കാരണം ഇപ്പോഴാണ് മനസ്സിലായത് കറക്റ്റായിട്ട്. പിന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബേസിലൂടെ വർക്ക് ചെയ്യണം, അഭിനയിക്കണം എന്നുള്ള കാരണം നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സിന്റെ സുഹൃത്തുക്കളുടെ പടങ്ങളിൽ തന്നെയാണ് ബേസിൽ അഭിനയിച്ചിട്ടുള്ളതും. അപ്പൊ അവര് പറഞ്ഞിട്ടും അറിയാം. പിന്നെ നമ്മളെല്ലാ സ്ഥലങ്ങളിൽ വെച്ച് കാണാറുണ്ട്. പിന്നെ കോമ്പിനേഷൻ ചെയ്യാൻ നേരത്താണ് ഇപ്പോൾ 2 തരത്തിലിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ പല പല ടേക്കുകൾ ഇങ്ങനെ പോകുന്നതോറും ഞങ്ങൾക്ക് അത് കുറച്ചുകൂടി അടിപൊളിയാണ്. കാരണം ഒന്നാമത് ഞാൻ പോയിട്ട് കൊച്ചി ഭാഷ തൃശ്ശൂർ ഭാഷ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നെ കുറെ അധികം ടേക്കുകൾ ഇങ്ങനെ പോവായിരുന്നു. കാരണം അതിന്റെ കറക്റ്റ് ഇത് കിട്ടാൻ ഡബ്ബാണെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു മൂവി 7 ദിവസം 8 ദിവസം എടുത്ത് ഡബ് ചെയ്യുന്നത്. മറ്റേ ഫാസ്റ്റ് ആയിട്ട് നമ്മളൊരു ട്രാക്കുകളോട്ട് ചെയ്ത് പോകുന്നത്. പക്ഷെ നിർത്തിയത് ഓരോരോ സീൻ അങ്ങനെ ചെയ്താ പോയത്. പിന്നെ ബേസിലൂടെ വർക്ക് ചെയ്തതിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ബേസിലെ ഏറ്റവും ഇഷ്ടമുള്ള പെർഫോമൻസ് ആയിട്ടുള്ള മൂവി കൂടിയാണ് പ്രാവുഷ. അപ്പൊ ഭയങ്കര സൈറ്റിൽ ആയിട്ടുള്ളത് ഭയങ്കര രസമുള്ള റിയാക്ഷൻസും കാര്യങ്ങളാണ്. ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറാണ്. അടിപൊളി. ഇനി അങ്ങോട്ടും ഒരുപാട് പടങ്ങളിലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ? എന്റെയും സൗബിക്കയുടെ ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ് തീർച്ചയായിട്ടും. എല്ലാ രീതിയിലുള്ള മാനേഴ്സും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടി പറയുന്നത് അവിടെ വന്നിട്ട് പറയാം. പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ആ ക്യാരക്ടറിന് വേണ്ടി എത്രത്തോളം ചാലഞ്ച് ചെയ്യാറുണ്ട് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയ ആൾക്ക്. അതെ, അത് പറയുമ്പോ തന്നെ ഞൊണ്ടാണ്. ഇങ്ങനത്തെ ലുക്കാണ്. ലുക്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞൊണ്ടനാന്ന് പറയും. പക്ഷെ ഷൂട്ടിന്റെ തലേ ദിവസമായിട്ടാണ് ടെൻഷൻ തുടങ്ങിയത്. കാരണം ഇത് ഫുള്ള് പിടിക്കണമല്ലോ. അപ്പൊ എന്ത് ഞൊണ്ട് പിടിക്കണം. കൂടിക്കഴിഞ്ഞാലും കുറച്ച് ഭയങ്കര കൂടുതലായിരിക്കും. ഭയങ്കര കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനപ്പുറത്തേക്ക്. അപ്പൊ അതുകൊണ്ട് പതുക്കെ നടക്കുന്ന ഒരാൾ പിന്നെ മൂവി തോറും ഓടുമ്പോ അതിന് കുറച്ചും കൂടി സ്റ്റൈൽ വരും. അത് ഫസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഡേ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ. കാരണം അതിനു മുമ്പ് ഞൊണ്ടി നോക്കിയില്ല. ഞാൻ പണ്ട് സ്കൂളിൽ കൂട്ടുകാരന്മാരുടെ കൂടെയൊക്കെ വെറുതെ നടന്നു പോകുമ്പോൾ ടൂറൊക്കെ പോകുന്ന നേരത്ത് വെറുതെ കൂട്ടുകാർ കുറച്ച് ഗ്യാങ് ടീമുകളൊക്കെ വരാൻ നേരത്താണെങ്കിൽ കൂട്ടുകാരായി അവന്റെ കൈ പിടിച്ച് പെട്ടെന്ന് ഒരു ഞൊണ്ടനെ പോലെയൊക്കെ നടന്ന് അവര് അങ്ങനെയൊക്കെ പോകുന്നല്ലാണ്ട്. പിന്നെ ഞാൻ ഇതില് നമ്മുടെ രാധടിയിലെ ഒരു സോങ് കെട്ടില് ഞാൻ ബാസിന്റെ ബൈക്കിലോട്ട് ഞൊണ്ടനായിട്ട് ഓടി വന്ന് ചാടിക്കയറുന്ന ഒരു ഷോട്ട് ഉണ്ട്. അതിലാണ് ഈ ഞൊണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. അത് വെച്ച് പിന്നെ ചെയ്തു നോക്കിയപ്പോ ശ്രീരാജന് ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ വിളിച്ചാൽ മതി, നമുക്ക് കടന്ന് ചോദിച്ചു ഓക്കെയാണ്. ഓക്കെയാണ്, പക്ഷെ ഇത് നൃത്തം പിടിക്കേണ്ട ഒരു എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴും ഫൈറ്റ് ആണെങ്കിലും ഇമോഷൻ സീക്വൻസ് ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഇരിപ്പാണെങ്കിലും എല്ലാത്തിലും അത് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് ഓട്ടോമാറ്റിക് ഒന്ന് ലോക്കായി. പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു സീൻ അതിന്റെ ഇടയിൽ കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക് ബേസിൽ വന്നതിന് ശേഷം. അതായത് പിന്നെ കുറച്ച് ദിവസം കണ്ട് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ബേസിലെ സീനൊക്കെ കഴിഞ്ഞ് ഭയങ്കര കോമഡിയൊക്കെ ചിരിച്ച് കഴിഞ്ഞ് വന്നിട്ട് എന്റെ സീൻ എടുത്തപ്പോ ഞാൻ ആ സീനിൽ നടന്ന് കട്ട് പറഞ്ഞ് ഒന്ന് പ്ലേ ബാക്ക് നോക്കിയപ്പോഴും അതിലും ഉണ്ടാൻ മറന്നുപോയി. അയ്യോ വൺ മോർ എന്താ ഞാൻ ഞൊണ്ടിയില്ല ഞൊണ്ടിയില്ലേ അങ്ങനെയൊക്കെ ഒരു ഷോട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല പണിയായിരുന്നു. പക്ഷെ അതിനനുസരിച്ച് ഇങ്ങനത്തെ ഒരു വേറൊരു ചേഞ്ച് ആയിട്ടുള്ള മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനത്തെ ക്യാരക്ടറെ. താങ്ക് യു സോ മച്ച്. ഇവിടെ ഇപ്പം നോർമലി നേരത്തെ പറഞ്ഞു നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആട്ടം എന്ന് പറഞ്ഞ മൂവിയിലാണ് ഒത്തിരി അധികം ക്യാരക്ടേഴ്സ് വരിക. അതിനകത്ത് വന്നവനും നിന്നവനും പോയവനും എല്ലാം പെർഫോം ചെയ്യുന്ന ഇത് കണ്ടതായിട്ട്. അതായത് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരു തരത്തിലും ഒരു ലാഗോ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവരും പെർഫോം ചെയ്ത് കണ്ടത്. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഒരു ക്രൂവിനെ കിട്ടിക്കഴിഞ്ഞപ്പോ ഇവരെല്ലാം ഈ എല്ലാവരും ഒരു പരിധിവരെ എല്ലാവരും പുതുമുഖങ്ങളാണ്.
അപ്പൊ ആ പുതുമുഖങ്ങളൊക്കെ ഇത്രയും പെർഫോം ചെയ്ത് കണ്ടതും അതുപോലെ തന്നെ അവരോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല, ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇങ്ങനത്തെ ഒരു സെറ്റിങ്ങിലും ഇങ്ങനത്തെ ഒരു ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കള്ളുഷാപ്പ് സെറ്റിംഗ്, അതിന്റെ അകത്ത് നടക്കുന്ന ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിനിമയിൽ ഇതുപോലത്തെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള കാസ്റ്റിംഗ് വരുമ്പോൾ തന്നെ ആ സിനിമയുടെ ടോൺ ഭയങ്കര പുതുമയുള്ളത് തന്നെയാണ്. അത് ഈ പറയുന്ന ഇങ്ങനെയുള്ള ഇവര് ഇപ്പോ അതില് തുപ്രൻ എന്ന് പറയുന്ന ഏട്ടനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കള്ളുപിടിക്കാരൊക്കെ ആയിട്ട് വന്നിരുന്ന് ചീട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലോ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ള മുഖങ്ങളൊക്കെ പോലെ അതൊരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കാസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫ്രഷ്നെസ് കിട്ടില്ല. അപ്പൊ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആയതിന്റെ ഒരു അൺസർട്ടനിറ്റി, അൺപ്രഡിക്റ്റബിലിറ്റി മൊത്തത്തിലുള്ള ആ സിനിമയിലുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാസ്റ്റിംഗ് വരുമ്പോൾ നമുക്ക് ഇത് ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്രഡിക്റ്റബിലിറ്റി ഇല്ലാത്ത രീതിയിൽ പോകാനും പറ്റും. അപ്പൊ മൊത്തത്തിൽ ആ സിനിമയ്ക്ക് ഒരു ഫ്രഷ്നെസ് കൊടുക്കാൻ ഈ ആ കാസ്റ്റിംഗിന് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാരും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. എല്ലാരും ഇപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ ഇരിക്കുന്ന ഒരു രൂപത്തിലൊന്നും അല്ല സിനിമയിലുള്ളത്. കുറെ കൂടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് അത് അങ്ങനെ. അപ്പൊ സിനിമയെ കണ്ടിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാരും കാണുമ്പോ പെട്ടെന്ന് എല്ലാരും ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും വേറെ രീതിയിൽ പ്രസന്റ് ചെയ്ത് ഭയങ്കര ആ ലാംഗ്വേജും ഇപ്പൊ തൃശ്ശൂർ ആക്സെന്റ് ഒക്കെ പിടിച്ചിട്ടൊക്കെയാണ് എല്ലാരും ഭയങ്കര. അപ്പൊ അവിടെ നടക്കുന്ന ഒരു കഥയായിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് ആ സിനിമയുടെ അപ്പീൽ കുറച്ചുകൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കും ഭയങ്കരമായിട്ട് പഠിക്കാനൊക്കെ പറ്റും. ഇവരുടെ നാടകത്തിലുള്ള എക്സ്പീരിയൻസസും നാടകത്തിൽ എങ്ങനെയാണ് അവർ പണ്ട് സ്റ്റേജിന് കളിക്കാനൊക്കെ പോകുമ്പോഴും അവിടെ ഇവിടെയൊക്കെയുള്ള എക്സ്പീരിയൻസുകളൊക്കെ അവർ നമ്മൾ നൈറ്റ് ഷൂട്ടുകളായിരുന്നു. അപ്പൊ ഇവരുടെ കഥകളൊക്കെ പറയുമ്പോൾ നമുക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കുറെ അറിയാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് സിനിമ നന്നായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരെയും നന്നാവുക എന്നുള്ളത്, അപ്പൊ അങ്ങനെ ഒരു ടീം വർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും നന്നായി ചെയ്തു, നന്നായിട്ട് വന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. കുറച്ചാൾ മുമ്പ് അവര് വന്നിരുന്നു. കാറ്റ കുറച്ച് രണ്ടുപേരുണ്ടായിരുന്നു. അത് കുറച്ചധികം വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറെയൊക്കെ അതില് ചെയ്യാണ്ടുണ്ടായിരുന്നു. അത് വേണ്ടി വന്നില്ല, കാരണം പഠിച്ചിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് പഠിച്ചതെല്ലാം ചെയ്തിട്ടുണ്ട്. കാടിന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാം നന്നായിട്ട്. പക്ഷെ കുറച്ചാൾ മുമ്പ് ഈ കോയിൻ പരിപാടിയുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കാടിന്റെ കുറച്ചൊക്കെ നല്ല രസത്തിന് വേറെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നതിലൊക്കെ റിയലായിട്ട് ഒരു കോച്ചിങ് ഉണ്ടായിരുന്നു കുറച്ചാള്. പറഞ്ഞ പോലെ തന്നെ ആയാലും ഭയങ്കര പ്രയാസമായിരുന്നു. ബൈക്ക് ഓടിച്ച പോലെ തന്നെ കുറെ അധികം ചെയ്താൽ കണ്ടാൽ മനസ്സിലാവില്ല. ഇപ്പഴാ ഇത് കഴിഞ്ഞിട്ട് നമ്മ വരുമ്പോ അങ്ങോട്ടും തെറ്റിപ്പോയല്ല, അത് പറഞ്ഞു തുറക്കും ചെയ്യാനൊക്കെ പറ്റും. അതാണ് വെറുതെ വളരെ കാണിച്ചില്ല. നീ കാറായിട്ട് വന്ന എങ്ങനെയാണില്ല ഒരു ബൈക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല, കാണിച്ചാ ഫുൾ കാറായിട്ട് നടക്കണം. ഞാൻ പറയട്ടെ, ഇതില് 5 മെയിൻ ഡയറക്ടേഴ്സ് ആണുള്ളത്. ഇപ്പൊ അമ്പുക്ക, ഷൈജുക്ക, ശ്രീരാജാവിന്റെ ഡയറക്ടർ, സോഭിക്കും പേഷ്യന്റ്. പക്ഷെ ഇവരാരും അങ്ങനത്തെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടില്ല. ശ്രീരാജന് ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര സംഭവമായിട്ടാണ് തോന്നിയത്. ഈ ഒരു മൂവിയില് ഈ സ്റ്റോറി അല്ലാണ്ട് ആകർഷിച്ച മറ്റൊരു ഘടകം എന്തായിരിക്കും? ഇതില് സ്റ്റോറി ഫസ്റ്റ് ഓഫ് സ്റ്റോറി തന്നെ. പിന്നെ ഇതിലെനിക്ക് വായിച്ചപ്പോ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിലെ ഡയലോഗ്സും കാര്യങ്ങളും പിന്നെ ഇതിന്റെ കട്ട് പോകുന്ന രീതികളുണ്ടല്ലോ, അത് കുറച്ച് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. പിന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കുള്ള കുറെ ചെറിയൊരു 2 ടൈപ്പ് ആളുകളാണല്ലോ ഓരോ ക്യാരക്ടേഴ്സ്. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു പുതിയൊരു എഡിറ്റിംഗ് പാറ്റേണും ആണല്ലോ മൊത്തത്തിൽ. കഥ തുടങ്ങി പിന്നെ അങ്ങനെ പോയി പിന്നെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന അത് ആദ്യം തന്നെ കേട്ടപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇതിന്റെ ക്യാരക്ടറിന്റെ ലുക്കും ഇങ്ങനത്തെ ഒരു മാൻഡ്രസും കേട്ടത് ഇപ്പൊ ഭയങ്കര കുറച്ചും കൂടി, കാരണം സ്ഥിരം ചെയ്യുന്നതിൽ വ്യത്യാസമായിട്ടുള്ളൊരു രൂപവും ഭാഷയും ശൈലിയുമാണല്ലോ. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ കഥ കേട്ട അമ്പുക്കാർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ കുറച്ചും കൂടി എല്ലാരും വന്നപ്പോ ഇഷ്ടമായി. ചോദിച്ചാൽ അതില് ഇൻപുട്ട് അങ്ങനെ ഉണ്ടായില്ല. സ്ക്രിപ്റ്റിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ഡൗട്ടും
കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നോട്ട് വലിയ ഇതുണ്ടായില്ല. കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യം മാത്രം. അതെല്ലാം ഡിസ്കഷൻ എല്ലാവരും ഉണ്ടല്ലോ, ഷൈജു ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ഇന്ന് എടുത്താണെങ്കിൽ നാളെ എടുക്കാൻ പോകുന്ന സീനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കുറെ ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മൾ പിറ്റേ ദിവസം സെറ്റ് വന്നിട്ട് അധികം ഡിസ്കഷൻ വരില്ല. നൈറ്റ് തന്നെ അതിലൊരു രൂപം ഉണ്ടായിരുന്നു. സൗബിൻക്ക് ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയിലാണ് ലോകേഷ് കനകരാജിന്റെ കൂടെ. അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് എന്ന് പറയാവോ? ഇത് തന്നെ ഇത് നമ്മുടെ രഞ്ജിസാറിലൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഒരു 4 മാസം കഴിഞ്ഞ് ഇനി ഒരു 1.5 മാസം കൂടി ഉണ്ട്. കുറച്ച് നാളായിട്ട് ഒരു 4-5 മാസമായിട്ട് കൂലി ഫിലിമിന്റെ വർക്കിലാണ്. പിന്നെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ ഉള്ള കാസ്റ്റും അതിൽ ക്രൂവും അതിന്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നു പിന്നെ ഒരു പടം ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് കൂലി മൂവി ആയിട്ട് ഉടനെ തന്നെ ഡയറക്ഷനിലോട്ട് മാറാന്നുള്ളത്, ഡയറക്ട് ചെയ്യാന്നുള്ളത് പരിപാടി. മെയിൻ റോളാണോ രജനീകാന്തിന്റെ കൂടെ? അതിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. കുറെ ക്യാരക്ടേഴ്സ് മെയിൻ റോളാണ്. അതിപ്പോ ഒന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക്. ഒരു ഗാങ്സ്റ്റർ മൂവിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതന്നെയാണ് ആരാ പറഞ്ഞ? അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകേഷ് സാർ. കുറെ ലേയേഴ്സ് ഉണ്ട്, കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ തന്നെ കുറെ കഥ പറയുമ്പോൾ തന്നെ നമ്മളത്തെ ഓരോരോ സീക്വൻസ് പറയുമ്പോൾ തന്നെ പല പല ചേഞ്ച് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ക്രിപ്റ്റിനും മാറി മാറി ഭയങ്കര രസമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ തന്നെ നമ്മൾ വേറെ രീതിയിലുള്ള ലോകേഷ് കനകരാജിന്റെ വേറെ രീതിയിലുള്ള മൂവിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രജനി സാറിന്റെ കളൊക്കെ പെർഫോമൻസ് ആണ്. എല്ലാവരും അടിപൊളിയായിരിക്കും. ഡ്യൂക്കിന്റെ കൂടെയാണ് ഞാൻ അടുത്ത ഡയറക്ഷൻ ആയിട്ട് വരുന്നത്. അത് എന്താണ് 2025 എന്നാണ്? 2025 തന്നെയാണോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? അതിനെ പറഞ്ഞു കൂലി മൂവി കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടി ഡയറക്ഷനിലോട്ട്. അതിന്റെ ജോണർ എന്തെങ്കിലും റിവീൽ ചെയ്യാൻ സമയമുണ്ട്. എന്തോരം മൂവി തന്നെയാണ് അടുത്തത്. പടത്തില് കുറെ കാലത്തിന് ശേഷമാണ് ഈ സ്ലാപ്സ്റ്റിക് കോമഡി ഒക്കെ നന്നായിട്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റിയത്. ഈ പ്രാവിൻകൂട് സിനിമയില് ഇപ്പം ബേസിലേട്ടന്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുന്നത് ചെറുപ്പകാലൊക്കെ, അത് ക്ലൈമാക്സ് ആകുമ്പോൾ അതിന്റെ ഒരു എൻഡ് എന്തെങ്കിലും കാണിക്കുന്നു വിചാരിച്ചു. ഒന്നും കണ്ടില്ല, അത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെന്തായിരുന്നു ആ ചെറുപ്പകാല ബ്ലഡ് ഒക്കെ കാണിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു? പറയാൻ പറ്റില്ല. സെക്കൻഡ് പാർട്ടിലാണോ വരുന്നത്? ഇപ്പം ജയഹേല് ട്രിവാൻഡ്രം സ്ലാങ് ഗംഭീരമായിട്ട് ചെയ്തതിനു ശേഷം മറ്റൊരു സ്ലാങ് ഇപ്പൊ തൃശ്ശൂർ സ്ലാങ്ങാണ് ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പം എത്രത്തോളം പ്രയാസകരമായിരുന്നു? അതേപോലെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് സ്ലാങ് പിടിക്കാൻ? സ്ലാങ് ഈ ആ ശ്രീരാജ് തൃശ്ശൂരുകാരനായതുകൊണ്ട് സെറ്റിൽ വന്ന് 2 ദിവസം കഴിയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ അതിലേക്ക് എല്ലാം തൃശ്ശൂരാവുന്നു കഴിയും. അപ്പൊ പെട്ടെന്ന് നമ്മൾ അതിന്റെ തൊട്ട് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. കുറെ അവരുമായിട്ട് അങ്ങനെ സംസാരിച്ച് വരുമ്പോഴേക്കും പിന്നെ ഡബ് ചെയ്യാനൊക്കെ കുറെ പണിയെടുത്തു. കുറെ ദിവസം ഡബ് ചെയ്തു. അങ്ങനെ എളുപ്പത്തിലൊന്നും ഡബ് തീർക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ അതിനു വേണ്ടിട്ട് ഡബിലും പിന്നെ ലൊക്കേഷനിലൊക്കെ ഉള്ള അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് തൃശ്ശൂരിലേക്ക്. എന്നാലും ഭയങ്കര കംപ്ലീറ്റ് പക്കാ തൃശ്ശൂരാണെന്നും എനിക്ക് അറിഞ്ഞൂടാ. പറയുന്നത് നമുക്ക് വിചാരിക്കും ഭയങ്കര തൃശ്ശൂരാണെന്ന്. പക്ഷെ ശരിക്കുള്ള തൃശ്ശൂരുകാർ പറയണത് തൃശ്ശൂരാണോ അല്ലയോ? അതുകൊണ്ട് തൃശ്ശൂര് കണ്ടത് ഒരു മീഡിയത്തിലൊരു തൃശ്ശൂർ കണ്ടിട്ടുണ്ട്. പടത്തിന്റെ പേര് പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ള ഒരു പേര് എങ്ങനെയാണ് പേരിലേക്ക് എത്തുന്നത്? പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ള പേരിലേക്ക് അതിനെപ്പറ്റി ഡയറക്ടർ പറഞ്ഞിരുന്നു എന്തെങ്കിലും? അതൊക്കെ ഡയറക്ടറിന്റെ മണി. തൃശ്ശൂർ മാപ്രാണ സ്ഥലം ഉണ്ട്, അവിടെ പ്രാവൻകൂട് ഷാപ്പ് ഉണ്ട് ഒറിജിനലി. അത് ശ്രീരാജിന്റെ അമ്മ വീട് ഈ നെടുമ്പാട് എന്ന് പറഞ്ഞാൽ മാപ്രാണത്തിനടുത്തുള്ള നെടുമ്പാട് എന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ സംഭവിച്ച ഇതല്ല. മാപ്രാണം ഷാപ്പ് എന്ന് പറയുന്നത്, പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറയുന്നത് ഫേമസ് ആണ്. അവിടുത്തെ കറികളും സംഭവങ്ങളൊക്കെ നല്ല അവിടുത്തെ ഫേമസ് ആണത്. ഇപ്പൊ അത് ഇല്ലെന്ന് തോന്നുന്നു. ഓപ്പൺ ഉണ്ടായിരുന്നില്ല. അപ്പോ ഷാപ്പിൽ പോകുന്നവരോട് പറയാൻ പറ്റാം അവരോടൊക്കെ. പ്രാവൻകൂട് ഷാപ്പിനെ കുറിച്ച് 2 വാക്ക്.
അതൊരു ചെറിയ ഷാപ്പ് അത്. അല്ല, ഞാൻ റോട്ടിക്കൂടെ പോകുമ്പോൾ കാണുന്നത് മാപ്രാണത്ത് നെടുമ്പാൽ കാപ്പാൽ റൂട്ടിൽ പോണ സമയത്ത് അതൊരു പാടത്തിന്റെ നടുവിൽ, കോൾപ്പാടത്തിന്റെ നടുവിലുള്ള ഒരു ചെറിയ പാടത്തിന്റെ നടുവിൽ 4 പില്ലറിൽ ഉയർത്തപ്പെട്ട എനിക്കൊന്ന് ഒരു 20 ഇൻറ്റു അല്ല, ഞാനൊരു പഴയ വീട് പണിക്ക് അങ്ങനെ ആയതുകൊണ്ട് അതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ആ സ്ട്രക്ചർ നോക്കുമല്ലോ, അതിന്റെ പ്രത്യേക സ്ട്രക്ചർ. അതുകൊണ്ടാണ് പറഞ്ഞത്. കറികളിൽ എല്ലാ തരത്തിലുള്ള കറികളുണ്ട്, പക്ഷെ അതിനേക്കാളും നല്ല ഷാപ്പ് പണ്ടത്തെ മാപ്രാ ഷാപ്പ് എന്ന് പറയും. ഇതൊരു ബി ഷാപ്പ് മാതിരിയായിരുന്നു, പക്ഷെ അത് ഇതിന്റെ പേര് വളരെ രസകരമായിട്ടുള്ള പേരായിരുന്നു. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കായിരുന്നു ഒരു പാടത്തിന്റെ നടുവിലുള്ളത്. സന്തോഷമായില്ലേ? ഇപ്പൊ കോഴിയിൽ അഭിനയിച്ചിട്ട് ഒരു പടം പഠിക്കണമെന്ന് പറഞ്ഞു. ബേസിൽ ചേട്ടന് എങ്ങനെയാ ഇപ്പൊ ഇത്രയും കാലം സക്സസ് കൊടുത്തതുകൊണ്ട് ഇങ്ങനെ പടം പിടിക്കൂ അടുത്ത്? ഉറപ്പായിട്ട് സമയമുണ്ടെങ്കിലും നമുക്ക് അത് നല്ലതുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഒരുമിച്ച് ചെയ്യും. സന്തോഷിക്കുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ല ബേസിൽ ചെമ്പൻ ചേട്ടൻ ചെമ്പൻ ചേട്ടൻ ഇവിടെ വന്നിട്ടില്ല. ചെമ്പൻ ചേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യാവും. ചെമ്പനെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയുമോ? എനിക്ക് മനസ്സിലായില്ല എന്താ ചോദ്യം. ചെമ്പൻചേട്ടനായിട്ട് ഞാൻ അഭിനയിക്കുന്ന 4ാമത്തെ 5ാമത്തെ മറ്റേ സിനിമയാണ്. എനിക്ക് ചെമ്പോസ്കി പ്രൊഡക്ഷൻസിൽ തന്നെ ഞാൻ 2 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. സുരേഖ മനസ്സിൽ എന്ന് പറഞ്ഞ പടം, പിന്നെ ഭീമന്റെ വഴി എന്ന് പറഞ്ഞ പടം. അതിനു മുമ്പ് മെമ്പർ രമേശ് 9ാം വാർഡ് എന്ന് പറഞ്ഞ പടം അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ചെമ്പൻചേട്ടൻ എനിക്ക് എന്താ പറയുക, ഒരു ചേട്ടനെ പോലെ തന്നെയാണ്. വളരെയധികം സന്തോഷമാണ്. ഇനിയൊരു 100 പടം ചെമ്പൻചേട്ടൻ്റെ ഒപ്പം അഭിനയിക്കാൻ വളരെ വളരെ വളരെയധികം സന്തോഷമുള്ളൂ. അതല്ലേ എന്താ എനിക്ക് ചോദ്യം മനസ്സിലായില്ല. ചെമ്പൻചേട്ടനെ കുറിച്ച് ഞാൻ എന്താ അഭിപ്രായം പറയണ്ട? നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരാളല്ലോ. ഞാൻ ബേസിൽ ബ്രോഡനാണ് ചോദിച്ചത്. മൈക്ക് എന്താണ് കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ വന്നിട്ടില്ലല്ലോ ചെമ്പൻ ചേട്ടൻ. എനിക്ക് ഈ സിനിമയിൽ ആക്ച്വലി അധികം കോമ്പിനേഷൻ ഇല്ലായിരുന്നു. 1-2 സീനുകൾ ഉണ്ടായിരുന്നു. കോമ്പിനേഷൻ മൊത്തം സൗഭികമായിട്ടായിരുന്നു. എനിക്ക് ഭയങ്കര രസമായിരുന്നു. ചെമ്പൻ ചേട്ടനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്, ഒരുമിച്ച് അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ എനിക്ക് സിനിമയിൽ കണ്ടിട്ടുള്ള ചെമ്പൻ ചേട്ടൻ തന്നെയാണ് നേരിട്ട് കാണുമ്പോഴും. പക്ഷെ ഭയങ്കര രസമാണ്. സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴൊക്കെ നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് ഇത് പറയുന്ന പോലെ എല്ലാവരും പരിചയമുള്ള സർക്കിളുകളിലൊക്കെ എപ്പോഴും എല്ലായിടത്തും കാണുന്ന, അല്ലാതെ തന്നെ മുമ്പ് പലതവണ കണ്ടിട്ടുള്ളതാണ്. ഒരുമിച്ച് വർക്ക് ചെയ്ത് ആദ്യമായിട്ടാണെന്നേ ഉള്ളൂ. നല്ല രസമുള്ള ഒരു മനുഷ്യനാണ്. നല്ല സംസാരിച്ചിരിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ വർക്ക് ചെയ്തപ്പോഴും എനിക്ക് ആ 2 സീനിന്റെ എക്സ്പീരിയൻസ് ഉള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടൊന്നും പറയാനില്ല. പക്ഷെ നല്ല രസമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. ഇതിലെ ഒരു 1 ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സിലൊന്നാണ് ചെമ്മഞ്ചേട്ടൻ. അപ്പൊ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് ഭയങ്കര രസമായിട്ട്, അതിന്റെ ചെറിയ ചെറിയ മാനർസങ്ങളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മറിമായത്തിലൊക്കെ അതായത് മിനി സ്ക്രീനിൽ വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് നിയാസിക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ അത്രത്തോളം വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം നല്ല അടിപൊളി ക്യാരക്ടേഴ്സ് ആണ്. അതെന്താണ് ഇന്റൻഷനലി അങ്ങനെ സെലക്ട് ചെയ്യുന്നതാണോ അതോ ക്യാരക്ടേഴ്സ് വരാത്തതാണോ? അത് ഡയറക്ടർമാരുടെ അടുത്ത് ചോദിക്കേണ്ടി വരും. അവര് തരുന്ന വേഷമല്ലേ ഒരു നടന്ന് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു വേഷം ഇന്നതാണെന്ന് പറഞ്ഞു തരുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ഇതെന്ന് ഞാൻ പറയാൻ കാരണം. പ്രാവിൻകൂട് ഷാപ്പ് എന്നുള്ള സിനിമയിൽ എനിക്ക് അങ്ങനെ എന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞു തന്നതുപോലെ ഏറെക്കുറെ ഊറുപുലർത്തി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നന്നായി എന്നൊക്കെ എല്ലാവരും പറയുന്നു. അപ്പൊ ആ ഒരു സന്തോഷം നമുക്കുണ്ട്. ഇനിയും അങ്ങനെയുള്ള ക്യാരക്ടർ വന്നാൽ ചെയ്യാൻ അത് ചെയ്യാൻ അങ്ങേറ്റത്തെ ആഗ്രഹമുണ്ട്. വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ ചെയ്യും. എന്തെങ്കിലും റെഫറൻസ് ഒക്കെ എടുക്കാറുണ്ടോ? കാരണം ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ മുൻപ് ഇപ്പോ സാറും അതുപോലെ കുറെ നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് ഒക്കെ എടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നു? അല്ലെങ്കിൽ ആ മറിമായത്തിന്റെ ആ ഒരു ബാക്ക് ബോൺ ആണോ മെയിനായിട്ട് ഇൻഫ്ലുവൻസ്?
അല്ല അങ്ങനെ ഏതാണ് അതിന് കാരണം എന്ന് നമുക്ക് അറിഞ്ഞൂടാ. നോർമലി ഏതൊരു ആർട്ടിസ്റ്റും ഒരു ആക്ടറും അയാൾക്കൊരു ക്യാരക്ടർ കിട്ടുമ്പോ അത് എങ്ങനെയൊക്കെ ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ശ്രമം നമ്മുടെ ഉള്ളുകൊണ്ട് നടത്തിക്കൊണ്ടേയിരിക്കും എല്ലാ സമയത്തും. അത് ആ ഒരു സമയം അതിനുവേണ്ടി ഒരു മാസം ലീവ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യണ്ട. അത് എല്ലാ സമയത്തും ആ ഷൂട്ട് കഴിയുന്നവരെയും ആ ഒരു ക്യാരക്ടറിൽ എങ്ങനെയൊക്കെ നിലകൊള്ളാൻ പറ്റും അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരു ആക്ടർ. അത് നമുക്ക് എല്ലാവർക്കും എല്ലാ നടന്മാർക്കും ഉള്ള ഒരു കാര്യമാണ്. അതാണല്ലോ നമ്മുടെ ജോലി. അപ്പൊ അത് പരമാവധി ശ്രമിക്കാറുണ്ട്. കൂറുപുലർത്തി നിൽക്കാൻ ആ കഥാപാത്രത്തിനോട് കൂറുപുലർത്തി നിൽക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ചിലത് സക്സസ് ആവും, ചിലത് പരാജയപ്പെടും. അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. മലയാള സിനിമയിൽ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളുണ്ട്. മലയാള സിനിമയില് ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളുണ്ട്. പ്രധാനപ്പെട്ട സുരേഷ് ഗോപി സാറൊക്കെയാണ് അങ്ങനെ പോലീസ് കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ ബേസിലായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് പോലീസ് കഥാപാത്രങ്ങൾ പറയാമോ മലയാള സിനിമയിലെ? കോമ്പറ്റീഷൻ പെട്ടെന്ന് എഴുതുമ്പോഴേ ഇൻസ്പെക്ടർ ബൽറാം, പിന്നെ സി ഡി മൂസയിലെ ജഗതി ചേട്ടൻ ഉഗ്രനല്ലേ. ഭാരത് മാതാജി ചെയ്യുന്ന പ്രൊജക്റ്റും പിന്നെ പിന്നെ എനിക്കിതിലെ റെഫറൻസ് എന്തായിരുന്നു അറിയോ? സിംഗം. കാര്യമില്ല. അപ്പോ ഡയറക്ടർ സിംഗം മൂഡിൽ പിടിക്കാം എന്ന് പറയുമ്പോ ഷൂട്ട് തുടങ്ങാൻ 2 ആഴ്ചയുള്ളൂ. അപ്പൊ ഞാൻ ട്രെയിനറിന്റെ അടുത്ത് പറഞ്ഞു, ജിമ്മില് ബ്രോ 2 ആഴ്ചയുണ്ട്, സിംഗാവണം. ഇപ്പൊ അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് ജീപ്പിൽ ഇറങ്ങി വരുമ്പോ അവരുടെ മനസ്സിലുള്ള മ്യൂസിക് എന്നായിരിക്കും. അത് മാറ്റണം. ഷൂട്ട് തുടങ്ങുന്ന ഞാൻ പോലീസ് ജീപ്പിൽ എന്ന് പറയുമ്പോൾ അവർക്ക് സിംഗം സിംഗം എന്നുള്ള മ്യൂസിക് ഇടാൻ തോന്നണം എന്ന് പറഞ്ഞു. അപ്പൊ ട്രെയിനർ എന്റെ അടുത്ത് പറഞ്ഞു, 2 ആഴ്ചയല്ലേ സാറ്, എനിക്ക് അതാവാനേ വഴിയുള്ളൂ, സിംഗാവാൻ ഒരു സാധ്യതയില്ലെന്നുള്ളത്. പിന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട് സിംഗുമായിട്ട് സിംഗാവാനും നോക്കി. അത്ര സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ബേസിലേട്ടനെ ദിലീപേട്ടനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിലേക്ക് ബേസിലേട്ടൻ പോകുന്നത് കൊണ്ടാണ് ദിലീപേട്ടനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കമ്പയർ ചെയ്യുന്നവരോട് എന്താ പറയാ? അല്ല, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ളൊരു എന്താ പറയാ, നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ ചെറുപ്പകാലം മുതലേ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ്. എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ സന്തോഷം. പക്ഷെ എനിക്ക് അതിന് എന്റേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ, ആ ഒരു ലെഗസി അത് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്താണ്. അപ്പൊ അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. ബേസിൽ ബ്രോ അടുത്ത ഡയറക്ഷന് വേണ്ടിട്ട് ബ്രേക്ക് എടുക്കുന്ന റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? താല്പര്യമുണ്ട്, പക്ഷെ ശ്രമിക്കുന്നുണ്ട്. ശക്തിമാനാണോ മിന്നൽ മുരളിയാണോ ഡയറക്ഷന് വേണ്ടി നോക്കുന്നത്? അതൊന്നും പറയാം. അല്ല, അങ്ങനെ അതെ, അങ്ങനെ മനസ്സിലായില്ലേ. അത് സമയമാകുമ്പോ പറയാതെ ആയി വരുന്നേ ഉള്ളൂ. അതുങ്ങള് ശരിയായി വരും, സമയം എടുക്കും. ഓക്കെ, മിന്നൽ മുരളി യൂണിവേഴ്സിൽ തന്നെ ഇപ്പൊ ഒരു പുതിയ ഫിലിം ഷൂട്ടിംഗ് കഴിഞ്ഞു. ധ്യാൻ ചേട്ടന്റെ നായകനാക്കിയിട്ട് ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ. അപ്പൊ നമുക്ക് ഭാവിയിൽ ടൊവിനോ ധ്യാൻ ശ്രീനിവാസനൊക്കെ ഒരുമിച്ചൊരു മിന്നൽ മുരളിയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? അറിയില്ല, ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചു തുടങ്ങിയിട്ടില്ല. അല്ല, അതറിയാലോ, ആ യൂണിവേഴ്സ് ഒക്കെ അറിയാം. ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലന്റെ യൂണിവേഴ്സ് ഒക്കെ കേട്ടിട്ടില്ലേ? അറിയാം. ഭാവിയിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോന്നാണ് ചോദിച്ചത്. സംഭവിക്കാം. എന്തൊക്കെ വേണ്ടേ അത് പറയണോ? അതാണ് സംഭവിക്കണം.
മഞ്ഞ് അനുഭവിച്ച് കേരളത്തിനേക്കാൾ തമിഴ്നാട്ടിലാണ് അവിടുത്തെ ഓഡിയൻസാണ് കൂടുതൽ ഏറ്റവും. അതിനുശേഷമാണ് പൂജയിൽ അഭിനയിക്കാൻ ചെന്നത്. അപ്പൊ അവിടുത്തെ ആളുകളുടെ അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു റിസപ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ കുട്ടേട്ടനെ അവരെങ്ങനെയാണ്? ഭയങ്കര തികച്ചും വ്യത്യാസമായിട്ടുള്ള ഞാൻ വിചാരിക്കാത്തതിലും കൂടുതലാണ് അവിടെ. തമിഴ് മൂവി ഞാൻ ചെയ്യുന്നതാണെങ്കിൽ പോലും കൂടുതൽ ഷൂട്ട് നടന്നത് വിശാഖ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്, ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഉള്ള ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് തിരിച്ചെടുത്തിട്ട് കുട്ടേട്ട സുഭാഷ് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവിടെയുള്ള സാധാരണ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുള്ള ആൾക്കാർക്ക് വലിയ സ്ഥലങ്ങളാണെങ്കിലും എല്ലാവരും മൂവി കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അവിടെ വരെ റീച്ച് എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അതെല്ലാം തിരിച്ചറിഞ്ഞതിൽ ഭയങ്കരമായിട്ട് സന്തോഷം. ചെന്നൈയിലൊക്കെ ഭയങ്കര രസമായിട്ടുള്ള റെസ്പോൺസാണ് കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം. ഇല്ല, എല്ലാരും പറയുന്നത് എന്താ പറയാ, ഓക്കെ, ഭയങ്കര സന്തോഷം. ഇപ്പൊ എന്റെ ലാസ്റ്റ് ഇതൊക്കെ അങ്ങനെ അതിന്റെ റിസ്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറെ അധികം സംസാരിച്ചു, എങ്ങനെയാണ് അതിന്റെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളും. പിന്നെ ഗിരീഷ് ത്രൂ ഔട്ട് ലോകേഷിന്റെ കൂടെ ഉണ്ടല്ലോ ഗിരീഷ് ചെയ്യുന്നത്. അപ്പൊ ഗിരീഷിന് എല്ലാ കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചിദംബരം അടുത്ത മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് സൗബിൻക ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേ. ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, മൂവിയൊക്കെ അനൗൺസ് ചെയ്തില്ല, കാസ്റ്റിംഗ് നടക്കുന്നല്ലേ ഉള്ളൂ, നടക്കണുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് കുട്ടി അമ്മയൊക്കെയായിരുന്നു. അപ്പൊ അമ്മ കുട്ടിയാവാനും പറ്റില്ല, പക്ഷെ ഇടക്കിടക്ക് വിളിക്കുന്നില്ല. അല്ലാതെ പടം കാണുമ്പോൾ മനസ്സിലാവും. അത് പടം കണ്ടില്ല അല്ലേ? അത് എങ്ങനെയാ വന്നേന്ന് മനസ്സിലായില്ലേ? അപ്പൊ പടം കണ്ടിട്ടില്ല. അല്ല, അതൊരു സീനിന് ശേഷമാണ് അത് തലയിൽ വരുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തോട്ട ബിജു എന്നുള്ള ക്യാരക്ടറാണ് അത്. ആ മാപ്രാണ്. ഓ, ഉദ്ദേശിക്കുന്ന മറ്റേ വിവേക് ഒബ്രോയി പറഞ്ഞ പോലെ ഞാൻ അവിടുത്തെ ഗുണ്ടകളൊക്കെ ആയിട്ട് പോയി താമസിച്ചിട്ട് അതല്ല. എങ്ങനെ ആ ക്യാരക്ടർ ചെയ്തു എന്നുള്ളതാണ്. അതിനൊക്കെ ചിലപ്പോ അകത്തൊരു ഗുണ്ട കിടക്കുന്നുണ്ടാവും. പഞ്ഞി എങ്ങനെ വന്നാ ഇതെന്താ പറയുക, ഇതിപ്പോ ഇതുപോലെ ഇപ്പൊ എന്താ വേണ്ടേ? ഗുണ്ടാവഴി അത് ക്യാരക്ടർ ഇതിന്റെ അകത്ത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ ഒറ്റയ്ക്കൊരു കേന്ദ്രം. ശ്രീരാജിന് വളരെ വ്യക്തമായി അത് പറഞ്ഞില്ലേ, മണി പറഞ്ഞില്ലേ, 7 വർഷമായിട്ട് ഈ സ്ക്രിപ്റ്റ് കൊണ്ട് നടക്കുകയാണ് ശ്രീരാജ് ഓണാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ അകത്ത് എല്ലാം വ്യക്തമായി ഓരോ ക്യാരക്ടർ, ഓരോ കഥാപാത്രങ്ങൾ ഏതൊക്കെ സന്ദർഭത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവരുടെ മാനറിസം എങ്ങനെയാണ്, അവരുടെ ഗെറ്റപ്പ് എങ്ങനെയാണെന്നുള്ള എല്ലാം വ്യക്തമായ ഇത്രയും ധാരണയുള്ള ഒരു ഡയറക്ടറിനെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. കാരണം പുള്ളി തന്നെയാണ് ഈ പടത്തിന്റെ റൈറ്റർ. അപ്പൊ ഈ പടം കാണുമ്പോ എല്ലാ ക്യാരക്ടറിനും പ്രാധാന്യം തോന്നുമ്പോ എല്ലാം പുള്ളി എഴുതി ഉണ്ടാക്കിയ പുള്ളിയുടെ കുട്ടികൾ തന്നെയാണ്. അപ്പോ എല്ലാത്തിനും നമ്മൾക്ക് യാതൊരു ടെൻഷനും ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ അഭിനയിക്കാൻ നോക്കി കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് അങ്ങനെയല്ല അഭിനയിക്കുന്നത്, തോട്ടബിജു അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യുന്ന ഓരോ ക്യാരക്ടറിനും എടുത്ത് പറയുന്ന പുള്ളിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കെൽപ്പുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോ ഞാൻ കുട്ടാപ്പണി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പുള്ളിക്ക് നല്ല ഗുണ്ടകളെയൊക്കെ പരിചയമുണ്ട്, പ്രാവീണ്യ ഷാപ്പും പരിചയമുണ്ട്, കുടിയന്മാരെ നല്ല പരിചയമുണ്ട്. അപ്പൊ അത് വളരെ എളുപ്പമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾക്ക് കൂടുതൽ ചിന്തിക്കണ്ട, പുള്ളി പറയുന്നത് ചെയ്താൽ മതി. ശബരി ചേട്ടാ, അതുപോലെ തന്നെ അൽഫോൻസിനെ അടുത്തതായിട്ട് തമിഴ് മൂവിയാണ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെന്തേലൊക്കെ അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു? അടുത്തത് തമിഴ് മൂവിയാണ് ചെയ്യുന്നതെന്ന് അനൗൺസ് ചെയ്തിരുന്നു. അതിന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇനി കൂടുതലും പറയാൻ പറ്റില്ല ഇനി അതിനെ കുറിച്ച്. കാരണം അൽഫോൺസ് പുത്രന്റെ പടത്തിന്റെ അപ്ഡേഷൻ അൽഫോൺസ് പുത്രൻ തരുന്നല്ലേ നല്ലത്. ശബരി ചേട്ടൻ അതിന്റെ ഭാഗമാണോ? ഭാഗമാണ്. നിങ്ങള് ഞാന് പല കാര്യങ്ങൾ അൽഫോൺസായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ഭാഗമാണ്. ഇപ്പം മലയാള സിനിമയിലെ ബേസിൽ ഷാ മറ്റേ ഷേഖാന്റെ വിഷയത്തിൽ ബേസിൽ ഷാവ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ മന്ത്രി അടക്കതിനകത്ത് വിട്ടു. അപ്പൊ ഈ ബേസിൽ ഷാബം വിട്ടുപോകാൻ എന്താണ് ഒരു മാർഗം എന്താണ്? അതിനുള്ള പ്രതിവിധികൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൊറോണ വന്ന് ചിലപ്പോ ഷെയ്ക്കാൻ്റെ എടുക്കുമായിരിക്കും. അതാണ് പ്രതിവിധി. അല്ല, അതിപ്പോ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എൻട്രി ഫീ ഒക്കെ വെച്ച് കയറ്റേണ്ടി വരും. അപ്പൊ എല്ലാരും കയറിക്കൊണ്ടിരിക്കും.
അല്ല, പ്രേക്ഷകരായിരിക്കുന്നത് ആ യൂണിവേഴ്സിലേക്ക് ധ്യാൻ ചേട്ടനും കൂടി വരണം എന്ന് ആഗ്രഹമുണ്ട് പലർക്കും. എനിക്ക് ആഗ്രഹമില്ല, ഞാൻ എടുക്കൂല. ഒന്നാലോചിക്കണം. അപ്പൊ എല്ലാരും എന്താ പറയാ, ഒരു വേറിട്ട ഒരു സിനിമയാണ് ഈ പറയുന്ന ഒരു മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ. അതില് ചെറിയ ഡാർക്ക് കോമഡി ഒക്കെ ആയിട്ടുള്ള ഒരു ജോണറിലാണ് സിനിമ. അപ്പോ തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക. ഒരു ഡിഫറെന്റ് അപ്രോച്ചാണ് ഈ സിനിമയിൽ ശ്രീരാജ് ശ്രമിച്ചിരിക്കുന്നത്. ഒരു കൺവെൻഷണൽ സ്റ്റോറി ടെല്ലിംഗ് അല്ല, എന്നാൽ മൊത്തത്തിൽ അതിലൊരു ട്രീറ്റ്മെന്റ് ഒക്കെ ഡിഫറെന്റ് ആണ്. അതിനനുസരിച്ച് കോംപ്ലിമെന്റ് ചെയ്യുന്ന തരത്തിലുള്ള നല്ല സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും എഡിറ്റും സൗണ്ട് ഡിസൈനും കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം പിന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസസും ഒക്കെ ആയിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. ഗ്രൂപ്പ് ഫോട്ടോ.